എപ്പോഴാണ് നിർത്തേണ്ടതെന്ന് പ്രധാനപ്പെട്ട സംഘാടകരാരെങ്കിലും ഒന്ന് പറയണം. എഴുതി തന്നാൽ മതി, ആ സമയത്ത് നിർത്തും. ബഹുമാനപ്പെട്ട സയ്യിദ് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ശറഹ ഇതാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഒരു വിശദീകരണം, തങ്ങൾ ഇന്നതൊക്കെയാണ് പറഞ്ഞതെന്നൊന്ന് വിശദീകരിച്ച് തരിക മാത്രമാണ് ഇന്നത്തെ ക്ലാസ്. തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ. മഹാനായ തങ്ങളവറുകളുടെ പരന്ന വായനയുടെ ഒരു സന്ദേശമായിരുന്നു തങ്ങളുടെ പ്രഭാഷണം. പഴയ കാലത്തെക്കുറിച്ചും പുതിയ കാലത്തെക്കുറിച്ചുമൊക്കെ തങ്ങൾ സംസാരിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്, ഈ കുട്ടികളും വലിയവരും കൂടി ഒന്നായിട്ടുള്ള ഈ സംഭവം 20 വർഷത്തിന് ശേഷമാണ് കണ്ടു തുടങ്ങിയത് എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറഞ്ഞത്. 20 കൊല്ലത്തിന് മുമ്പ്, 20 കൊല്ലത്തിന് ശേഷം. 20 കൊല്ലത്തിന് മുമ്പ് കല്യാണപ്പേരെ ചെന്നാൽ, സൽക്കാരത്തിന് ചെന്നാൽ, വയതിന് ചെന്നാൽ, മഹല്ല് സംഗമത്തിന് ചെന്നാൽ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായി 20 കൊല്ലത്തിന് ശേഷം ചില കാര്യങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ബഹുമാനം നഷ്ടപ്പെടുന്നു. ബഹുമാനമില്ല, ആർക്കും ആരെയും ബഹുമാനമില്ല. എന്തിനാ ഞാൻ അവനെ ബഹുമാനിക്കണത്? ബഹുമാനം നഷ്ടപ്പെട്ടാൽ മനുഷ്യന്ന് മാത്രമല്ല ഒരു സാധനം ഉപകാരം ചെയ്യില്ല. നമ്മുടെ കീശയിലുള്ള പേനയോട് ബഹുമാനമില്ലെങ്കിൽ ആ പേന നമുക്ക് ഉപകാരം ചെയ്യൂല. ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. പണത്തോട് ബഹുമാനമില്ലെങ്കിൽ പണം ഉപകാരം ചെയ്യൂല. മക്കളോട് ബഹുമാനമില്ലെങ്കിൽ മക്കൾ ഉപകാരം ചെയ്യൂല. ഭാര്യയോട് ബഹുമാനമില്ലെങ്കിൽ ഭാര്യനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. ഭർത്താവിന് ബഹുമാനമില്ലെങ്കിൽ ഭർത്താവിനെ കൊണ്ട് കാര്യം ഉണ്ടാവില്ല. കേരളത്തിലെ സയ്യിദന്മാർ അതിൽ വലിയൊരു മാതൃകയാണ്. ചെറിയ കുട്ടികളാണെങ്കിലും നിങ്ങളെവിടുന്നാണ് വരുന്നതെന്ന് ചോദിക്കുള്ളൂ, ഇജി എന്ന് പറയില്ല. നമ്മൾ നിക്കാഹിൻ്റെ സമയത്ത് പെണ്ണിൻ്റെ പേര് അറിയുകയാണെങ്കിലും ഓള് എന്നേ പറയുള്ളൂ, അല്ലാതെ അവർ എന്ന് പറയില്ല. സലീന എന്നവളെന്നേ പറയുള്ളൂ, സലീന എന്നവരെ എന്ന് പറയില്ല. ഗ്രാമർ മിസ്റ്റേക്കൊന്നും ഉണ്ടായിട്ടല്ല. ബഹുമാനം എന്ന് പറയുന്നൊരു സംഗതി നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട്. പള്ളിയിൽ മുസ്ഹഫ് വെക്കുന്ന സ്ഥലം വരെ അരക്ക് താഴെയാണ്. പഴയ കാലത്ത് ഓതാൻ പോകുമ്പോൾ മുസ്ഹഫ് ഇടാൻ ഒരു പ്രത്യേക ഉറ ഉണ്ടാവും, ഒരു മൂലക്കുള്ളൊരു ഉറ. ആ ഉറയിലിട്ടിട്ട് അതിൻ്റെ കയറുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് മാറത്തോട് ചേർത്ത് പിടിച്ചാണ് ഓതാൻ പോവുക. അതുകൊണ്ട് ഓൽക്കൊക്കെ ഓതാൻ കിട്ടും ചെയ്തിരുന്നു. ഇന്ന് മദ്രസക്ക് പോകുമ്പോൾ വരെ ചന്തിക്ക് താഴെ തൂങ്ങി നിൽക്കുന്ന സ്കൂൾ ബാഗാണ്. ബഹുമാനമില്ലാത്തൊരു സാധനം ഉപകാരം ഉണ്ടാവില്ല. വലിയൊരു സത്യമാണത്. ഏത് സാധനത്തെയും ബഹുമാനിക്കണം. മദ്രസയെ ബഹുമാനമില്ലെങ്കിൽ മദ്രസിനെ കൊണ്ട് കാര്യമില്ല. സ്കൂളിനെ ബഹുമാനമില്ലെങ്കിൽ സ്കൂളിനെ കൊണ്ട് കാര്യമില്ല. ഉസ്താദിനെ ബഹുമാനമില്ലെങ്കിൽ ഉസ്താദിനെ കൊണ്ട് കാര്യമില്ല. മാഷ ബഹുമാനമില്ലെങ്കിൽ മാഷെ കൊണ്ട് കാര്യമില്ല. قال النبي من خفف الأستاذ ثلاث بلوى قد بلت الميزان أولها نسيان ما تألم منه وفوت الرزق سوء الخاتمة. قال النبي, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മൻ ഖഫഫൽ ഉസ്താദ, ഒരാൾ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ. ആ കടലാസ് കിട്ടിയിട്ടില്ല കേട്ടോ, നിർത്തേണ്ട കടലാസ്. ഒരാൾ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ, സലാസു ബൽവ, 3 പരീക്ഷണങ്ങൾ, ഖദ് ബലത്തിൽ മീത, വിദ്യാർത്ഥി നേരിടേണ്ടി വരും. ഗുരുവിനെ നിസ്സാരമാക്കിയാൽ 3 അടങ്ങേറുണ്ടാവും, വല്ലടങ്ങേറ്. 1, നിസ്യാനുമാ തഅല്ലമ മിൻഹു, അവനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകും. 2ാമത്തേത് ഫൗത്തുർ റിസ്ഖി, ജീവിതത്തിന്റെ വഴികൾ തടയപ്പെടും. 3ാമത്തേത് സൂഉൽ ഖാത്തിമ, അന്ത്യം ചീത്തയായി മരിക്കും. ആത്മഹത്യാ പ്രവണതയെക്കുറിച്ച് തങ്ങൾ സൂചിപ്പിക്കണ്ടായി. അതും ഒരു ഫാഷനായിക്കാണ് ഇപ്പോൾ. ആത്മഹത്യ ചെയ്യാന്നുള്ളതും, പണ്ടത്തെ കാലത്തൊക്കെ ഒരാൾ തൂങ്ങി മരിച്ചു എന്ന് കേട്ടാൽ മയ്യത്ത് നിസ്കരിക്കാൻ വരെ ഭയങ്കര മടിയായിരുന്നു. ആൾക്കാർ മിക്കവാറും അങ്ങോട്ട് പോകില്ലായിരുന്നു. ഇന്ന് മരിക്കൽ വരെ ഫാഷനാണ് എന്നതാണ്. 11 മണി വരെ പറയാനാണ് ഇവർ പറയണത്. ആയിക്കോട്ടെ, ഞാൻ പറയും, നിങ്ങൾ ഇരിക്കേണ്ടി വരും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒറ്റ കുട്ടിനെ നീച്ചാൻ സമ്മതിക്കൂല ഞാൻ, വേറെ കുഴപ്പമൊന്നുമില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ്, ഒരാൾ ഗുരുവിനെ നിസ്സാരമാക്കിയാൽ 3 അടങ്ങേറുണ്ടാവും. ഒന്ന്, നിസ്യാനുമാ തഅല്ലമ മിൻഹു, അവനിൽ നിന്ന് പഠിച്ചത് മറന്നുപോകും. രണ്ടാമത്തേത് ഫൗത്തുർ റിസ്ഖി, ഒജീനം തടയപ്പെടും. സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല, അന്ന് പൂട്ടേണ്ടി വരുമെന്ന്. ടീച്ചറെ മഷി കുടഞ്ഞാല് എന്നർത്ഥം. അതാണ് ഗുരുവിനെ നിസ്സാരാക്കുക പറഞ്ഞാല്. മാഷെ തോണ്ടിയാല്, ഇന്ന് കുട്ടികൾ സ്കൂളിലുള്ള മാഷന്മാർക്ക് കിച്ചണിലുള്ള എല്ലാ സാധനത്തിൻ്റെയും പേരാണ് പറയുക, ഒറിജിനൽ പേര് പറയില്ല. വെണ്ടക്ക, തക്കാളി, ഇങ്ങനെ ഓരോരുത്തർക്കും അങ്ങനെ കിച്ചണിലുള്ള സാധനങ്ങളുടെ പേരാ വിളിക്കൽ. അങ്ങനെ വിളിച്ചാൽ ജീവിക്കാനുള്ള വഴി തടയപ്പെടുന്നതാണ്. ഒരു ഡോക്ടർ കിഡ്നി കച്ചവടാക്കി എന്ന് പറഞ്ഞു കേട്ടാൽ ഉടനെ അന്വേഷിക്കാൻ ടീച്ചറെ മഷി കുടഞ്ഞിട്ടുണ്ടാവും പരീക്ഷയ്ക്ക് വന്നപ്പോൾ. മഷി കുടയൽ എന്നുള്ളതൊരു സാങ്കേതിക പ്രയോഗമാണ്, ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടാവും എന്നർത്ഥം. ഗുരുവിനെ നിസ്സാരമാക്കിയവനല്ലാതെ ജീവിതത്തിൻ്റെ വഴികൾ തടയപ്പെടുകയില്ല. മൂന്നാമത്തെ സൂഉൽ ഖാത്തിമയാണ്, അന്ത്യം ചീത്തയായി മരിക്കുക. മരണം നന്നാകുക, കേടുവരിക. എപ്പോഴാണ് മരണം നന്നാകുക, എപ്പോഴാണ് കേടുവരിക? ഒരാൾ മരിച്ചു, നാട്ടുകാരൊക്കെ ഇങ്ങനെ പറയാണ്, എന്തോ ഒരു നല്ല മരണല്ലേ, മരിച്ചു എന്നത് തോന്നൂല. മോത്തൊക്കെ അങ്ങനെ നോക്കിയാൽ ചിരിച്ചിങ്ങനെ കിടക്കുന്നത് പോലെ തോന്നണമെന്ന് നാട്ടുകാരൊക്കെ പറയുകയാണെങ്കിൽ അത് നല്ല മരണത്തിൻ്റെ ഒരു അടയാളമാണ്. ഒരാൾ മരിച്ചു, നാട്ടുകാരൊക്കെ പറയുകയാണ് ഇനിയിപ്പോൾ ഒന്നും മുണ്ടണ്ട, മരിച്ചു പോയില്ലേ എന്നാണ് പറയുന്നതെങ്കിൽ നല്ല മരണമല്ല എന്നുള്ളതിൻ്റെ അടയാളമാണ്. ഒരാൾ മരണപ്പെട്ടു, ജനങ്ങൾ അവനെക്കുറിച്ച് എന്താണോ അഭിപ്രായം പറയുന്നത് അതാണ് നന്മയുടെയും തിന്മയുടെയും അടയാളമായി പരിഗണിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ മരിക്കുമ്പോൾ നമ്മളെ പറ്റിയ നല്ല അഭിപ്രായം ആൾക്കാർ പറയണം, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ആൾക്കാർ ഇപ്പം എന്താ വെച്ചാൽ പറഞ്ഞോട്ടെ എന്നുള്ളതല്ല, ആൾക്കാർ നല്ലത് പറയാന്നുള്ളത് പ്രധാന കാര്യം തന്നെയാണ്. അന ഇൻദ അബ്ദി ബി, എൻ്റെ അടിമ എന്നെക്കുറിച്ച് എന്ത് പറയുന്നുവോ ഞാൻ അങ്ങനെയാണ് എന്ന് ഖുദ്സിയൻ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ബഹുമാനവും ആദരവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നൂല എന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ പറയാം, പ്രത്യേകിച്ച് ഗൾഫ് ഫാമിലിയിലാണ് ബഹുമാനം പറ്റ കുറഞ്ഞു വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഗൾഫിലൊക്കെ ചെന്നിട്ട് എന്തൊക്കെ കുട്ടിയെ വിശേഷം എന്ന് ചോദിച്ചാൽ നല്ല സുഖമാണ്, റാഹത്താണ്. ഫാമിലിയൊക്കെ സുഖം തന്നെ അല്ലേ എന്ന് ചോദിച്ചാൽ ഓ ഫാമിലിയൊക്കെ ഭയങ്കര റാഹത്താണ്, ഓലൊക്കെ ഇവിടെ ഉണ്ട് അറിയും. ഏത് ഗൾഫിലുണ്ട്. ഉമ്മ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉമ്മ ഉണ്ടാവില്ല, കാരണം ഉമ്മാനെ ഫാമിലിയിൽ എണ്ണീട്ടില്ല. വാപ്പ ഉണ്ടോ? വാപ്പല്ല, വാപ്പ നാട്ടില്ല, അപ്പോൾ വാപ്പാനെയും ഫാമിലിയിൽ എണ്ണിട്ടില്ല. നമ്മൾ ഫാമിലി എന്ന് പറയുമ്പോൾ ആകെ എണ്ണുന്നത് ഭാര്യയും മക്കളെയും മാത്രമാണ്. വാസ്തവത്തിൽ ഉമ്മയും ഫാമിലിയാണ്, വാപ്പയും ഫാമിലിയാണ്. ഞാൻ അവിടെ നിന്നുള്ള പെങ്ങന്മാര്, ജ്യേഷ്ഠന്മാർ, അഞ്ചന്മാരൊക്കെ വിട്ടാളി, എന്നാലും വാപ്പാനും ഉമ്മാനെയും കൂട്ടാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. നമ്മൾ ഫാമിലിയിൽ അതും കൂട്ടലില്ല. നമുക്ക് വളരെ ചെറിയ ഫാമിലിയെ കുറിച്ചാണ് സംസാരം. എന്നിട്ടൊരു 20 റൂമാണ് ആകെ ഉള്ളത് ഗൾഫിലേ. ഇവിടെ വലിയ പേരുണ്ടായിട്ടാണ്ട് പൊയ്ക്കുകയാണ്. 20 ആകെയുള്ള ഒരു റൂം, അതിൽ തന്നെ കറക്റ്റിട്ടുങ്ങാണ്ട് പകുതി കിച്ചണാണ്, പകുതി സിറ്റ് ഔട്ടാണ്, കുറച്ച് ഡൈനിങ് ഹാളാണ്, കുറച്ച് ബെഡ്റൂമാണ്. എന്നിട്ട് അതിൽ കുട്ടികളും വാപ്പയും ഒക്കെ കൂടി ഒന്നിച്ചൊരു പായിൽ കിടന്നുറങ്ങിയാൽ ഈ കുട്ടികൾക്ക് പിന്നെ എങ്ങനെ അതവും മര്യാദ ഉണ്ടാകുക? പള്ളിക്ക് കുട്ടികളെ കൊണ്ടോണ്ടാന്ന് ഞാൻ പറയണില്ല, പക്ഷെ കൊണ്ടോണത് അതവ് പഠിപ്പിക്കാനായിരിക്കണം, എന്നാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. അല്ലാതെ ജുമാൻ്റെ നേരത്തെ അവര് സഫ് കൂടി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടാനാണെങ്കിൽ കൊണ്ടുപോയത് നഷ്ടം. അതബുകേട് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? അത് പഠിപ്പിക്കാനുള്ള കൊണ്ടോണ്ട്. മൗലിദിന്റെ സാഹസ് കൊണ്ടുപോകേണ്ട തന്നെയാണ്, പക്ഷെ സാഹസ് കൂടി അങ്ങനെ നീച്ചടക്കാനൊന്നും സമ്മതിക്കരുത്. ഒരു ഭാഗത്ത് ഇരിക്കാൻ വേണ്ടി പറയണം, അത് പഠിപ്പിക്കണം. വിവരത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് അതബ് എന്ന് പറഞ്ഞത്. വിവരം പഠിപ്പിച്ചാൽ ഉണ്ടാവും, അതവ് പരിശീലിപ്പിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കൽ മദീന പള്ളിയിലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ കൊണ്ടുവന്നു, അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ. കുട്ടികളെ കണ്ടപ്പോൾ നബി തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, ഒരു കിസ്, നറുക്കെടുപ്പൊന്നുമില്ല, ഒരു കിസ് ചോദിച്ചു. നല്ല പരിപാടിയാണ്, ഒരുപാട് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് കേട്ടോ. ഇത് മാത്രമൊന്നല്ല, അവാർഡ് വിടുന്നൊക്കെ വിടണം. മഹല്ലിലെ ഏറ്റവും നല്ല കൂലിപ്പണിക്കാരനുള്ള അവാർഡ്, മഹല്ലിലെ ഏറ്റവും നല്ല ഓട്ടോറിക്ഷ ഡ്രൈവർക്കുള്ള അവാർഡ് അടുത്ത കൊല്ലത്തേക്ക് ആസൂത്രണം ചെയ്തോളൂ. ഇതൊക്കെ ആവശ്യമാണ്. ആദരവും ബഹുമാനവും അവാർഡുകളും ഒക്കെ ആവശ്യമാണ്. ഇനിയും കുറേ സംഗതി ഉണ്ട്, കുറേ വിഷയങ്ങൾ നമുക്ക് ചെയ്യാണ്ട്. കൂലിപ്പണി മോശപ്പെട്ട പരിപാടിയൊന്നുമല്ലല്ലോ. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കൈയാണ്, കാരണം ഇത് അധ്വാനിക്കുന്ന കൈയാണ്. നമുക്ക് നമ്മുടെ അധ്വാനത്തിൻ്റെയും നമ്മുടെ സേവനത്തിൻ്റെയും വില അറിയില്ല. തേപ്പിൻ്റെ പണിക്ക് പോണ ആൾക്ക് ഞാൻ തേപ്പിൻ്റെ പണിക്കാണ് പോണത് എന്ന് പറയാൻ അഭിമാനമില്ലാത്തതുകൊണ്ടാണ്
തേപ്പൊലിയും ചട്ട കൂടാൻ വേണ്ടി ബാഗ് വാങ്ങിയിട്ടുള്ളത്. ബാഗിലിട്ടിട്ടാ കൊണ്ടുപോകണേ. കാരണം വാസ്തവത്തിലും ചിന്തിക്കാത്തതുകൊണ്ടാണ്. നളാഫത്താണ് ഈ പണി, വൃത്തിയാക്കുക എന്നുള്ളതാണ് പണി. വൃത്തിയാക്കൽ ഈമാനാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അന്നളാഫത്തു മിനൽ ഈമാൻ. പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞ സംഗതി നളാഫത്താണ്. നളാഫത്ത് ഈമാന്റെ ഭാഗമാണ്. എപ്പോഴും അവനാൻ ചെയ്യണതിന്റെ മഹത്വം തിരിച്ചറിയണം. ഏത് പണിയാണെങ്കിലും അവനാൻ ചെയ്യണതിന്റെ മഹത്വം തിരിച്ചറിയണം. ഇറച്ചി കച്ചവടക്കാരും മീൻ കച്ചവടക്കാരും പെരേറ്റിട്ടും കടം വരില്ല, കുട്ടികളെ കെട്ടിച്ചിട്ടും കടം വരില്ല. എന്താ അതിൻ്റെ അർത്ഥം? മോശപ്പെട്ട പരിപാടി അല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. ഇറച്ചി കച്ചവടം ചെയ്ത ആരും പെര കയറ്റിയിട്ടോ കുട്ടികളെ കെട്ടിയിട്ടോ ആരും ഇല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അറിവിലില്ല. ഉണ്ടാവും അപൂർവമായിട്ടൊക്കെ. അതിനൊരു കാരണമുണ്ട്. എന്താ കാരണം? അത് കോയിനെ ശരിക്കും അറക്കുണ്ടാവില്ല, കഴുത്തുകൂടെ വരടണേ ഉണ്ടാവുള്ളൂ. അതാണ് പ്രശ്നം. വരട്ടാ ജീവൻ പോകില്ല, അർത്താലല്ലേ ജീവൻ പോവുള്ളൂ. നേരങ്ങത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ല പരിപാടിയാണ് ഇറച്ചി കച്ചവടം, മീൻ കച്ചവടം. ടൈലറിങ് എന്താ മോശം? ആദം നബിന്റെ പണിയാണ് അലൈഹിസ്സലാം. ആദം നബി അലൈഹിസ്സലാം ഹവ്വാ ബീവിയാണ് ആദ്യത്തെ ടൈലർമാര്. നൂൽ നൂറ്റതും മുന ഹവ്വയാണേ ആദ്യമായി, അതുകൊണ്ടു വസ്ത്രം നെയ്തതും നബി ആദമായി. തടി പണിയുവാൻ നബി നൂഹ് നല്ല സമർത്ഥന, തേക്കിന്റെ തടിയിൽ കപ്പൽ തീർത്ത പ്രസിദ്ധന, കൽപ്പണിയിലെന്തു സമർത്ഥന സക്കരിയ, നമുക്കെന്തു മടിയാ തൊഴിലു ചെയ്യാൻ വയ്യ. നല്ല പണിയാണ്. അവനാൻ ചെയ്യണതിന്റെ മഹത്വമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അക്കരപ്പച്ച അല്ല മനസ്സിലാക്കേണ്ടത്. നമ്മൾ ചെയ്യണ പണിയുടെ മഹത്വം മനസ്സിലാക്കണം. അപ്പോഴതിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അടിച്ചുവാരൽ മോശപ്പെട്ട പണിയല്ല, അന്നളാഫത്ത് മിനൽ ഈമാനാണ്. ബാത്റൂം കഴുകൽ മോശപ്പെട്ട പണിയല്ല, അത്തഹൂറും സത്തുറുൽ ഈമാനാണ്. അവനാൻ ചെയ്യുന്ന പണികളുടെ മഹത്വത്തെ മനസ്സിലാക്കിയിട്ട് അതിൽ ഉറച്ചിക്കാൻ തയ്യാറാകുക എന്നത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. എല്ലാവരും അവനാൻ ചെയ്യുന്നതിന്റെ മഹത്വം മനസ്സിലാക്കണം. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ അവൾക്ക് 100 ഷഹീദിന്റെ കൂലി ഉണ്ടായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഒരു പെണ്ണ് ഒരിക്കൽ ഗർഭിണിയായി പ്രസവിച്ചാൽ 100 ഷഹീദിന്റെ കൂലിയാണ്. ഒരു ഷഹീദിന്റെ പദവിയൊക്കെ കിട്ടണമെങ്കിൽ എത്ര അധ്വാനം ഉണ്ടെന്നറിയോ? ഹംസ റളിയല്ലാഹു അൻഹു ഷഹീദാണ്. മരണപ്പെട്ടതിന് ശേഷം വീണ് കിടക്കുമ്പോ, ഉഹുദിൽ വീണ് കിടക്കുമ്പോ അടുത്തേക്ക് വന്നു ശത്രു, നെഞ്ച് കുത്തിക്കീറി അതിൽ നിന്ന് കരട് വലിച്ച് പുറത്തേക്കെടുത്തു, വായയിലിട്ട് ചവച്ച് തുപ്പി. സയ്യിദു സുഹദാ എന്ന് നമ്മൾ പറയും. ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹു. വബിഹംസത്തിൽ കർറാരി അമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. ഉഹുദിൽ ചെന്നാല് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഏക ഖബറാണ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ. കുറച്ച് പണിയുണ്ട് ഷഹീദാവാൻ. എന്നാൽ 100 ഷഹീദിന്റെ കൂലിട്ടും ഒരു പ്രാവശ്യം ഗർഭിണിയായി പ്രസവിച്ചാൽ മതി. ഓരോരുത്തരും അവനാൻ ചെയ്യുന്നതിന്റെ മഹത്വം മനസ്സിലാക്കാൻ. ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ വിവാഹം കഴിച്ചാൽ അതിലവനൊരു കുട്ടി ഉണ്ടായാല് ആ കുട്ടിയുടെ ഓരോ ശ്വാസത്തിന്റെ എണ്ണം കണ്ടും മാതാപിതാക്കളുടെ ഏടുകളിൽ അള്ളാഹു ഹസനാത്തിനെ എഴുതി വെക്കുന്നതാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഒരു കുട്ടി ഉണ്ടായാല് പക്ഷെ എന്തായിരിക്കണം? കല്യാണം കഴിച്ചത് ലില്ലാഹിക്ക് വേണ്ടിയായിരിക്കണം. മൻ തസവ്വജ ലില്ലാഹി തവ്വജല്ലാഹു ലഹു താജൽ മലിക്കി ഹബീബുനാ റസൂലുള്ളാഹി. ഒരാൾ അള്ളാഹുവിന് വേണ്ടി വിവാഹം കഴിച്ചാൽ അവന് രാജാവിന്റെ കിരീടം ധരിപ്പിക്കുന്നതാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. എവിടെ? ദുന്യാവിലല്ല, ആഖിറത്തിൽ. പക്ഷെ കല്യാണം കഴിച്ചത് ലില്ലാഹിക്ക് വേണ്ടിയായിരിക്കണം. ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. അള്ളാഹ്ക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്, കബൂലിയത്ത് ഉണ്ടാവും. അള്ളാഹുവിന് വേണ്ടി അല്ല ചെയ്യുന്നതെങ്കിൽ ചുരുട്ടി മടക്കിയിട്ട് മുഖത്തേക്കും കട്ടനെ ഏറിട്ടും. അത് ഞാൻ ഹജ്ജിന് പോയതാണെങ്കിലും അങ്ങനെ തന്നെയാണ്, ഉംറക്ക് പോയതാണെങ്കിലും അങ്ങനെ തന്നെയാണ്, സക്കാത്ത് കൊടുത്തതാണെങ്കിലും അങ്ങനെ തന്നെയാണ്, 25,000 പേരൻ്റെ മുമ്പിൽ ഒന്നായിട്ട് ആൾക്കാരെ വരി നിർത്തിയതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏത് കാര്യമാണെങ്കിലും ലില്ലാഹിക്ക് വേണ്ടി അല്ലേ കബൂലിയത്തില്ല, ലില്ലാഹിക്ക് വേണ്ടിയാണോ കബൂലിയത്തുണ്ട്. അത് കോയിനെ വളർത്തലാണെങ്കിലും ശരി, ആടിനെ വളർത്തലാണെങ്കിലും ശരി. എന്താ കോയിനെ വളർത്തലും ആടിനെ വളർത്തലും പറയാൻ കാരണം? പെണ്ണുങ്ങളുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പൈസ ഉള്ളവരൊക്കെ ഒരു ആടിനെ വാങ്ങണം, പൈസ ഇല്ലാത്തവർ കോയിനെ വാങ്ങണം. ഞാൻ പറഞ്ഞതല്ലല്ലോ.
ഞാൻ പറഞ്ഞല്ല, ധനമുള്ളവർ ആടിനെ വളർത്തണമെന്ന് തിരുമുസ്തഫ നബി തങ്ങളും പറയുന്നു. ഫുഖറായിനോടുള്ള ആജ്ഞ കോഴി വളർത്തല. ഇത് കാണുവാൻ ഇബ്നു മാജ നീ നോക്കല. ഇബ്നു മാജന്റെ ഹദീസാണ്, ഞാൻ പറഞ്ഞതല്ല. പൈസ ഉള്ള ഒരു ആടിനെ വാങ്ങണം. ആടിനെ വാങ്ങാനുള്ള പൈസ ഉണ്ടായാൽ പോരാ, ആട്ടും കൂടി വാങ്ങാനുള്ള പൈസ ഉണ്ടായാലും പോരാ, ആരാന്റെ പറമ്പക്ക് കിടക്കാതെ നോക്കാനുള്ള പൈസയും കൂടിയും വേണം. കൂലിക്കാണെങ്കിലും കുഴപ്പമില്ല, കൂലിക്ക് ഒരാളെ വെച്ച് നോക്കാൻ പറ്റുമെങ്കിൽ അത് കുഴപ്പമൊന്നുമില്ല. ഈ കഴിവ് എന്ന് പറയുമ്പോൾ അതൊക്കെ കഴിവ് തന്നെയാണ്. ഇപ്പോൾ പള്ളിക്ക് വന്നാണ്ട് ചിലവരിങ്ങനെ ഫർദ് നിസ്കാരം കഴിയൂലെന്ന് പറഞ്ഞാണ്ട് കസാലയിൽ ഇരിക്കണാണ്. കഴിവുള്ളവൻ ഫർദ് നിസ്കാരത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞതിന്റെ തഫ്സീർ, അതിന്റെ വിശദീകരണം പരിശോധിച്ചാൽ കാണും, കൂലിക്ക് ഒരാളെ നിശ്ചയിച്ചിട്ട് താങ്ങി നിർത്താനുള്ള സാമ്പത്തിക ശേഷി ഒരാൾക്കുണ്ടെങ്കിൽ ഫർദ് നിസ്കാരത്തിൽ ഒരാളെ കൂലിക്ക് വെച്ചിട്ട് താങ്ങി നിർത്തിയിട്ട് നിന്നാണ് നിസ്കരിക്കേണ്ടത്. സുന്നത്ത് നിസ്കാരം ഓക്കെ, ഒരു കുഴപ്പമില്ല, കയ്യെങ്കിലും ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല. സുന്നത്ത് നിസ്കാരത്തിന് കിടക്കാം, വണ്ടി നിസ്കരിക്കാം, പല വകുപ്പുണ്ട്. ഫർദ് നിസ്കാരം നിന്നിട്ട് തന്നെ നിസ്കരിക്കേണ്ടത്. അപ്പൊ കഴിവുള്ളവൻ നിൽക്കുക എന്ന് പറഞ്ഞാല് കാലുമ്മ നിൽക്കാനുള്ള കഴിവ് എന്ന് മാത്രമല്ല, താങ്ങി നിർത്താൻ ശമ്പളത്തിന് ഒരാളെ കൊടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതും കഴിവ് തന്നെയാണ്. ആരേ കഴിവല്ല എന്ന് പറഞ്ഞ് അതും കഴിവ് തന്നെയാണ്. പല വിഷയങ്ങളും നമ്മൾ ആലോചിക്കാച്ചുകൊണ്ട് പറ്റുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതാണെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. കോയിനെ വളർത്തണം, ആടിനെ വളർത്തണം എന്ന്. ആടിനെ വളർത്തണം എന്ന് മുഹമ്മദ് നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കോയിനെ വളർത്തണം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒക്കെ നമുക്ക് ആവശ്യമുള്ളതാണ്. എല്ലാറ്റിനും നിയമം വ്യവസ്ഥയും വന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൈയിന്റെ വിരലിൽ ഈമ്പണം. ഈമ്പേണ്ടതിന്റെ ഒരു ക്രമമുണ്ട്. ആദ്യം ഈമ്പേണ്ടത് ചൂണ്ടുവിരലാണ്, പിന്നെ ഈ വിരലാണ് നടുവിരല്, പിന്നെ തള്ളാൻ വിരലാണ്, പിന്നെ മോതിര വിരലാണ്, പിന്നെ ചെറിയ വിരലാണ്. അങ്ങനെ ഈമ്പണ്ട്. എല്ലാറ്റിനും നിയമമുണ്ട്. നിയമമില്ലാത്തൊരു കാര്യമില്ല. ഇനിയിപ്പോ ഈ ഇരിക്കണ എല്ലാവരും കേട്ടില്ലേ, ഇന്ന് മുതൽ എല്ലാവരും അങ്ങനെ ഈമ്പണം. ഇതുവരെ അറിയായിട്ടാണ് നോക്കുക. ഇനി ഇവിടുന്നാണ്ട് അറിയാത്തോണ്ടല്ലോ. അതിന് ഈമ്പൽ തന്നെ ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ. പട്ടന്മാരമായിരല്ലേ നമ്മൾ ചോറ് കഴിക്കുക. ഓല കുറ്റം പറഞ്ഞതല്ല കേട്ടോ, അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മാപ്പിളാർ ഇതൊക്കെ എവിടുന്നാ പഠിക്കണ്ടേ? ഈ ചോറ് കഴിക്കണേന്റെ നിയമവും വ്യവസ്ഥയും ഇരിക്കണേന്റെയും നടക്കണേന്റെ ഒക്കെ വ്യവസ്ഥ എവിടുന്ന? അത് വാപ്പാന്റെയും ഉമ്മാന്റെയും അടുത്തുനിന്ന് കുട്ടികൾ പരിശീലിക്കേണ്ടതാണ്. അതാണ് തങ്ങൾ വാപ്പ പറഞ്ഞത്. പഴയ കാലത്ത് കൂട്ടുകുടുംബാണ്. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുമൊന്നും വേണ്ട. ഒന്നുമില്ലെങ്കിൽ വാപ്പിയും മക്കള് പേരക്കുട്ടികളും അവിടുന്ന് അങ്ങോട്ടില്ലെങ്കിൽ ഒരുമിച്ച് കഴിഞ്ഞിരുന്നു. നമ്മളെല്ലാ സ്വകാര്യങ്ങളും പറയാൻ കൂട്ടത്തിൽ ഒരു മൂത്ത കാരണവരുണ്ടാവും, മൂപ്പരോട് പറഞ്ഞാൽ മതിയായിരുന്നു. ഇന്നിപ്പോ തങ്ങൾ പറഞ്ഞ അതേമാതിരി സംഗതി വളരെ കറക്റ്റാണ്. നമ്മളെ വൃത്തികളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ട് ഒരാളെ ഇരുത്തുക, AC റൂമിൽ ഇരുത്തുക, പൈസ ഫീസ് അടക്കുക ആദ്യം. എന്നിട്ട് നമ്മളെ വൃത്തിയുടെയൊക്കെ അവിടെ പോയി പറയാം. ഫുള്ള് മൂപ്പര് കേട്ടിരിക്കുക. പിന്നെ മൂപ്പര് എന്തെങ്കിലും കാര്യം പറയും. അത് കാര്യം പറയണേന് ഈ കേൾക്കണേന് നമ്മൾ 1000 റുപ്യ, മണിക്കൂറിന് 1000 റുപ്യ 2000 റുപ്യ കൊടുക്കണം. അങ്ങനെ അത് വെറുതെ കേൾപ്പിച്ച് കണ്ട് പോരുക. ഐബ് കുറവ് വേറൊരാളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. നമ്മളെ പെരയിൽ ഒരു വയസ്സായ ആള് കാരണവര് പറയാൻ പറ്റിയതുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വാസ്തവത്തിൽ വാപ്പ ചീത്ത പറയും എന്നതൊരു അഭിമാനമുള്ള വർത്താനാണ്. പക്ഷെ ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പ എവിടെയുള്ളത് എന്നുള്ളതാണ് പ്രശ്നം. ഞാന് പിന്നെ സിനിമക്ക് പോണില്ല, എൻ്റെ വാപ്പ ചീത്ത പറയുമെന്ന് പറഞ്ഞാൽ വാപ്പ ചീത്ത പറയുക എന്നുള്ളത് ഒരു അഭിമാനമുള്ള വർത്താനാണ്. ശരിക്ക് അത് ഭയങ്കര അഭിമാനമുള്ള വർത്താനാണ്. രാത്രി നേരം വൈകി വീട്ടിൽ വരാൻ കഴിയൂല, എൻ്റെ വാപ്പ ചീത്ത പറയുമെന്ന് പറഞ്ഞാൽ അഭിമാനത്തോടു കൂടിയാണ് പറയണത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണ്? ചീത്ത പറയാൻ യോഗ്യതയുള്ള വാപ്പ എവിടെയാണുള്ളത് എന്നാണ്. അപ്പൊ ഞാൻ ഈ കൂട്ടത്തിൽ ചോദിക്കുകയാണ്, നിങ്ങൾ ആരും മറുപടി പറയണ്ട. മൊബൈൽ ഫോണിന് ലോക്കില്ലാത്ത എത്ര ആളുണ്ട് എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എൻ്റെ ലോക്കല്ല, ആർക്കും തുറക്കാം, ഞാൻ നീക്കിയാൽ മതി തുറയും. മൊബൈൽ ഫോൺ ലോക്ക് ചെയ്യാത്ത എത്ര വാപ്പുണ്ട്, എത്ര ഉമ്മ ഉണ്ട്, എത്ര കുട്ടികളുണ്ട്? മൊബൈൽ ഫോൺ ലോക്കാക്കേണ്ടി വരുന്നത് എന്തിനാ? കുട്ടികൾ കളിക്കാതിരിക്കാനാണെങ്കിൽ ഓക്കെ. പക്ഷെ കുട്ടികൾ കളിക്കാതിരിക്കാനല്ല നമ്മൾ പലപ്പോഴും ലോക്കാക്കുന്നത്. നമ്മൾ അറിയാതെ എവിടെയെങ്കിലും വെച്ച് പോയിട്ട് വേറെ ആരെങ്കിലും തുറക്കരുത് എന്ന് കരുതിയിട്ടാ. എന്താ അതിൻ്റെ രഹസ്യം? എല്ലാവർക്കും സംഭവം ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളാണ്. പിന്നെ നമുക്ക് എവിടെ കുട്ടികളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാകുക? യോഗ്യതയുടെ പ്രശ്നമാണ്. ആൾക്കാർ പറയലുണ്ട്, പഴയ കാലത്ത് പള്ളിക്കത്ത മൊല്ലാക്ക് ഇങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ പീഡിയക്കൊലയും ആർക്കും ഇരിക്കാൻ തോന്നൂല, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു. അതുകൊണ്ട് നാട്ടുകാരൊക്കെ മോശമായി, ആരും എഴുന്നേൽക്കണില്ല. അങ്ങനെയല്ല. പിന്നെ ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ കണ്ടാൽ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. മൊല്ലാക്കാക്ക്
ബഹുമാനിക്കപ്പെടാനുള്ള യോഗ്യതയുണ്ടായിരുന്നു എന്നതാണ് പ്രശ്നം. വാപ്പാക്ക് യോഗ്യതയുണ്ടോ, മാഷ്ക്ക് യോഗ്യത ഉണ്ടോ, ഉമ്മാക്ക് യോഗ്യത ഉണ്ടോ, ടീച്ചർക്ക് യോഗ്യത ഉണ്ടോ, ഉസ്താദിന് യോഗ്യതയുണ്ടോ, ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. പ്രസിഡന്റിന് യോഗ്യത ഉണ്ടോ, അയാളെ കണ്ടാൽ എഴുന്നേറ്റിക്കാതിരിക്കാൻ കഴിയില്ല. സെക്രട്ടറിക്ക് യോഗ്യത ഉണ്ടോ? ഞാൻ വേറുള്ളവരെ യോഗ്യത അല്ല പരിശോധിക്കേണ്ടത്, ഞാൻ എൻ്റെ യോഗ്യതയാണ് പരിശോധിക്കേണ്ടത്. ഞാൻ നിങ്ങളൊക്കെ യോഗ്യത പരിശോധിച്ചിട്ട് എന്താ കാര്യം? എൻ്റെ യോഗ്യത എന്തെന്നുള്ളതല്ലേ ഞാൻ പരിശോധിക്കേണ്ടത്. അപ്പോൾ പലപ്പോഴും നമുക്ക് വാപ്പാർക്ക് പരിശുദ്ധമായ ഖുർആനിലെ ഒരു വാപ്പ തൻ്റെ മകന് കൊടുത്ത ഉപദേശമുണ്ട്. ഒരു വാപ്പ മകന് കൊടുത്ത ഉപദേശം അത് പറയാനായിട്ട് ഖുർആനിലൊരു സൂറത്തുണ്ട്, സൂറത്തുൽ ലുഖ്മാൻ. വഇദ് ഖാല ലുഖ്മാനു ലിബ്നി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി, ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞ സന്ദർഭം. യാ ബുനയ്യ, കുഞ്ഞിമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അള്ളാഹുവിനോട് പങ്കു ചേർക്കരുത് കേട്ടോ. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഒരുപാട് ഉപദേശങ്ങളാണ്. ഷിർക്ക് ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഒരു വേൾഡ് വൈഡായിട്ടുള്ള ലോകവ്യാപകമായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നത്തെക്കുറിച്ച് തൻ്റെ മകനെ ലുഖ്മാൻ അലൈഹിസ്സലാം പഠിപ്പിക്കുന്നതാണ് രംഗം. ലുഖ്മാൻ അലൈഹിസ്സലാം പ്രവാചകനല്ല എന്നതാണ് മുഅ്തമദായ അഭിപ്രായം. ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നു, നല്ലൊരു സ്വാലിഹായ മനുഷ്യനാണ് സയ്യിദുനാ ലുഖ്മാൻ അലൈഹിസ്സലാം. കറുത്ത വർഗക്കാരനാണ് സയ്യിദുനാ ലുഖ്മാൻ, കറുത്ത വർഗക്കാരനായ ഒരാളാണ്. മൂപ്പര് തൻ്റെ മകന് കൊടുത്ത ഉപദേശം ഖുർആനിലുണ്ട്. എന്താ ലുഖ്മാന് മകനെ ഉപദേശിക്കാണ്ടായ യോഗ്യത? അതിനൊരു യോഗ്യത ഉണ്ട്. ലുഖ്മാന് ഒരു ഉമ്മ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉമ്മ ഉണ്ട്, ലുഖ്മാനും ഉമ്മ ഉണ്ട്. ലുഖ്മാൻ എന്നും രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉമ്മാനോട് ചോദിക്കും, ഉമ്മ ലുഖ്മാൻ പോവുകയാണ്, വരുമ്പോൾ നിങ്ങൾക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിക്കും. എന്നും ചോദിക്കും, എല്ലാ ദിവസവും ചോദിക്കും. ഉമ്മ എന്തേലും ഒന്ന് പറയും, വരുമ്പോൾ കൊടുന്നു കൊടുക്കും. ഉമ്മക്ക് പ്രായമായി, പ്രായത്തിൻ്റെ അസ്വസ്ഥതകൾ ഇങ്ങനെ തുടങ്ങി. ഒരു ദിവസം ലുഖ്മാൻ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് ഉമ്മാട് ചോദിച്ചു, ഉമ്മ ഞാൻ പോവുകയാണ്, ഉമ്മാക്ക് വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത് ചോദിച്ചു. ഉമ്മ പറഞ്ഞു, മോനെ, ഒന്ന് വൈകുന്നേരം വരുമ്പോൾ സ്വർഗത്തുനിന്നൊരു പിടി മണ്ണുണ്ട് കൊണ്ടുവരണം. സ്വർഗത്തുനിന്ന് ഒരു പിടി മണ്ണ്. ഉമ്മാൻ്റെ കാലിലോട്ട് നിന്ന് ഇങ്ങനെ ഒരു പിടി മണ്ണെടുത്ത് കണ്ട് ഉമ്മാക്ക് കൊടുത്തിട്ട് ലുഖ്മാൻ പറഞ്ഞു, ഇത്രേ ഉമ്മ, സ്വർഗത്തിലെ ഒരു പടി മണ്ണ് തന്നെയാണ്, ഇത് കൊണ്ടുവരാനാണെങ്കിൽ ഞാൻ ഇന്ന് പോണില്ല, ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലക്കാരനല്ല ലുഖ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടോ. പക്ഷെ സ്വർഗം ഉമ്മാൻ്റെ കാലിലോട്ടിലാണ് എന്നത് ആദം നബി മുതലുള്ള തത്വമാണ്. നമ്മൾ എത്ര ആൾക്ക് ഉമ്മാൻ്റെ കാലിലോട്ടാണ് സ്വർഗം എന്ന് ഉറപ്പായിട്ടുണ്ട്? തന്നെയാണ് ഒരു പ്രശ്നം. ലുഖ്മാൻ ഉറപ്പായിരുന്നു, അതുകൊണ്ട് മൂപ്പരെ മകനെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടായി. നമുക്കൊരു 5 സെൻറ്റ് സ്ഥലവും അതിൽ ചെറിയൊരു പെരിയാവുമ്പോഴേക്ക് തറവാട്ടിൽ പാർക്കണ വാപ്പാനും ഉമ്മാനെയും കണ്ടുകൂടെങ്കിൽ സ്വന്തം മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവില്ല. യോഗ്യതയാണ് ഏറ്റവും വലിയ പ്രശ്നം. യോഗ്യതയുണ്ടോ അംഗീകരിക്കപ്പെടും. അപ്പൊ ഉമ്മാനും അപ്പാപ്പാനും നോക്കുക എന്നതാണ് മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത. നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ കുട്ടികൾ കേൾക്കാത്തത് എന്തുകൊണ്ടാ? നമ്മളെ ഉമ്മാനും അപ്പാനും നോക്കാത്തതുകൊണ്ടാണ്. വേറെ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. മക്കൾ നന്നാവണമെങ്കിൽ 4 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യണം. കുറേ കാര്യങ്ങൾ ചെയ്യണം, 4 പ്രത്യേകമായിട്ടും ചെയ്യണം. 4 കാര്യങ്ങൾ പ്രത്യേകമായിട്ടും ചെയ്യണം. ഇവിടെ നമുക്ക് ഒരുപാട് പദ്ധതികൾ SKSFന്റെ കുട്ടികൾ കൊണ്ടുവരുന്നുണ്ട്. തർബിയ എന്ന പേരിൽ രക്ഷിതാക്കൾക്ക് വേറെ ക്യാമ്പ്, കുട്ടികൾക്ക് വേറെ ക്യാമ്പ്, സ്ത്രീകൾക്ക് വേറെ ക്യാമ്പ്, നല്ല നല്ല പ്രവർത്തനങ്ങൾ. എല്ലാം നല്ല കാര്യമാണ്, എല്ലാം നല്ല കാര്യം, എല്ലാം ചെയ്യണം. ഒന്നുമില്ലെങ്കിൽ ഇത്രയും ആൾക്കാർ, തായും കുറച്ച് ആൾക്കാരെ കാണാണ്ട് ഇത്രയും സമയം ഇവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. സാധാരണ അങ്ങനെ ഇരിക്കലില്ല. ഞാൻ എന്ത് വീരവാദം പറഞ്ഞാലും ആൾക്കാർ നീച്ച പോലെ ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇരിക്കണമെന്നുള്ളത് തന്നെ വലിയൊരു അത്ഭുതമാണ്. അത് സംഘാടകരുടെ ഏറ്റവും വലിയ വിജയമാണ്. അള്ളാഹു അവരുടെ എല്ലാ ഉദ്ദേശങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കട്ടെ. ഇതിൻ്റെ സംഘാടകർ ആരൊക്കെയാണോ അവർക്കെല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മഹലിൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നോട്ടീസൊന്നും അല്ലാതെയും ഒക്കെ അറിയാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. 4 കാര്യങ്ങൾ നിർബന്ധമായും ചെയ്താലേ കുട്ടികൾ നേരാവുള്ളൂ. കുറേ കാര്യങ്ങൾ പറയണം, 4 ഞാൻ പറയാണ്, ചുരുക്കി ഇങ്ങനെ പറഞ്ഞാൽ 4 പറയണം. 1, ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക. നല്ല മനസ്സിലാക്കണം ഞാൻ ഈ പറഞ്ഞത്.
ഈ 4 എന്തായാലും ചെയ്യും നിങ്ങൾ ഉറപ്പിച്ചാൽ കുട്ടികൾ നേരാവും. ഒന്ന്, ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക. ലക്ഷ്യം ക്ലിയർ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളാരും കുട്ടികളെ ഞമ്മക്ക് ആഗ്രഹിച്ച് കിട്ടിയതല്ല, കുടുങ്ങിയിട്ട് കിട്ടിയതാണ്. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ല. പെണ്ണുങ്ങൾക്ക് പള്ളയിലുണ്ടായപ്പോൾ മൂപ്പര് അസർക്കാരം കഴിഞ്ഞിട്ട് സുലൈമാനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പീടിക്ക് പോവുകയാണ്. പീടിയിൽ ഇങ്ങനെ ചായക്ക് ഓർഡർ ചെയ്ത് പരിപ്പടി ഓർഡർ ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അബ്ദുറഹ്മാൻ വരുന്നുണ്ട്. അബ്ദുറഹ്മാനോട് പറഞ്ഞു, അബ്ദുറഹ്മാനെ സംഗതി പറ്റിച്ചു എന്നാ തോന്നുന്നു കേട്ടോ, ഈ മാസം പെണ്ണിന് കുളി ഉണ്ടായിട്ടില്ല. നമ്മളെ കുട്ടികളെ ആഗ്രഹിച്ച് കിട്ടിയതല്ല, പറ്റിച്ചിട്ട് കിട്ടിയതാണ്. ഓരോരുത്തർ അവനവൻ്റെ മനസ്സൊന്നും ഇങ്ങനെ നോക്കുക എന്നുള്ള അതിനെ പറഞ്ഞതിൻ്റെ. കല്യാണം കഴിഞ്ഞേക്കാൻ ആയതിനെ തീരുമാനിക്കും 3 കൊല്ലത്തിന് കുട്ടികൾ വേണ്ടാന്ന്. ഫസ്റ്റത്തെ തീരുമാനം അതാണ്. ബാക്കിയൊക്കെ പിന്നെ തീരുമാനിക്കാം. സൽക്കാരൊക്കെ പിന്നെ തീരുമാനിച്ചാൽ മതി. ആദ്യത്തെ തീരുമാനം 3 കൊല്ലത്തിന് കുട്ടി വേണ്ട എന്നാണ്. അള്ളാന്റെ ദുന്യാവിലും മനുഷ്യനല്ലാത്ത വേറൊരു ജീവിയും കുട്ടികളുണ്ടാവരുതേ എന്ന് കരുതി ഇണ ചേരൂല. മനുഷ്യനെന്ന ഇരുക്കാലി ജന്തു മാത്രമേ കുട്ടികളുണ്ടാവരുതേ 3 കൊല്ലത്തിന് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഇണ ചേരാറുള്ളൂ. ആഗ്രഹിച്ച് കിട്ടിയതല്ല കുട്ടികൾ, കുടുങ്ങിയിട്ട്. മറിയാമ്മ വെള്ളം കോരാൻ പോയപ്പോൾ റംലുവിനോട് പറഞ്ഞു, എന്ത് റംലോ, സംഗതി പറ്റിച്ചു, കുടുങ്ങിയെന്നാണ് തോന്നുന്നത് കേട്ടോ, ഈ മാസം കുളി ഉണ്ടായിട്ടില്ല. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളുടെയും മനസ്സ്. എന്നിട്ട് പിന്നെ നമ്മൾ സിറാത്ത് പാലം കിടക്കുമ്പോൾ കയ്യമ്മ പിടിക്കാൻ വേണ്ടി ദോരക്കുക, ഹാഫിദാവാൻ വേണ്ടി ദോരക്കുക, സ്വാലിഹാവാൻ വേണ്ടി മജ്ലിസുനൂർക്ക് 500 റുപ്യ കൊടുക്കുക. ഇത് സംഗതി അതിനൊന്നുമല്ല, ഇത് വേണ്ടെന്ന് കരുതിയതായിരുന്നു, എന്നിട്ട് കിട്ടിയതാണ്. തൃശ്ശൂർ ജില്ലയിൽ നമ്മളെ നാസർ വൈസി തിരുവത്ര എന്ന് പറഞ്ഞ നമ്മളൊരു സംഘടനാ പ്രവർത്തകൻ, സമസ്തയുടെ ഒരു സജീവ പ്രവർത്തനം നടത്തുന്ന മന്ദബുദ്ധികൾക്കുള്ളൊരു സ്ഥാപനമുണ്ട്, തിരുവത്ര നാസർ വൈസി. 2-3 മാസം മുമ്പ് ഞാൻ ആ സ്ഥാപനം കാണാൻ വേണ്ടി പോയി. ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. അപ്പം നാസർ വൈസിനോട് ചോദിച്ചു, വൈസിയെ ഇവിടെ നിങ്ങൾ ഡോക്ടർമാരൊക്കെ കൊടുന്നിട്ട് കുട്ടികളെ പരിശോധിക്കലുണ്ടോ ചോദിച്ചു. നാസർ വൈസി പറഞ്ഞു, ആ പരിശോധിക്കലുണ്ട് പറഞ്ഞു. ഈ പൈസക്കാരെ കുട്ടികളാ പൈസ ഇല്ലാത്ത കുട്ടികളാ മന്ദബുദ്ധികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചു. മൂപ്പര് റിസൾട്ട് പറഞ്ഞു. അതിന് നിങ്ങൾ ആരോടും പറയണ്ട, ഒരു റിസൾട്ട് എന്താ വെച്ചാൽ കണ്ണാണാത്തവരധികവും ഫക്കീറന്മാരാണ്. സംസാരശേഷി ഇല്ലാത്തത് മന്ദബുദ്ധികൾ അധികവും സാമ്പത്തിക ശേഷിയുള്ളവരാണ്. അധികം എന്നാട്ടോ പറഞ്ഞത്, എല്ലോ അങ്ങനെയെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വണ്ടിയുടെ കാറ്റ് വയ്ക്കാൻ നടക്കുമൊന്നും വേണ്ട, അധികം അങ്ങനെയാണ്. കണ്ണാണാത്ത അധികം പരിശോധിച്ചാൽ ഫക്കീറന്മാരേക്കാരം, സംസാരശേഷി ഇല്ലാത്തത് മന്ദബുദ്ധികൾ അധികം പരിശോധിച്ചാൽ സമ്പത്തുള്ളവരാണ്. എന്താ കാരണം? അതിനൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ, വേണ്ടാന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഗർഭമുണ്ടായി. ഇനിയിപ്പോൾ അത് എങ്ങനെങ്കിലും ഒന്ന് ഇളക്കി കളയാൻ പറ്റുമോ എന്നിങ്ങനെ ആലോചിക്കും. അപ്പോൾ ബ്രെയിൻ വർക്ക് ചെയ്യും. ഈ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ബ്രെയിനിലുണ്ടാകുന്ന നെഗറ്റീവ് വർക്ക് കുട്ടിയെ ദോഷകരമായി ബാധിക്കും. അല്ലെങ്കിൽ അബോർഷന് വേണ്ടി മരുന്ന് കഴിക്കും, ആ മരുന്ന് ആദ്യമായി ബാധിക്കുന്നത് കുട്ടിയുടെ ബ്രെയിൻ സെല്ലിനെ ആയിരിക്കും. കുട്ടിയോട്ട് ഇളകി പോകൂല്ല, മരുന്നാണെങ്കിൽ കഴിക്കുകയും ചെയ്തു. ചിലപ്പോൾ വല്ല നാടൻ പ്രയോഗങ്ങളൊക്കെ നടത്തും. ആ നാടൻ പ്രയോഗങ്ങളൊക്കെ ബാധിക്കുന്നത് കുട്ടിയുടെ ബ്രെയിൻ സെല്ലിനെയാണ്. ഇത് കുട്ടികൾ മന്ദബുദ്ധികളാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. എല്ലാ മന്ദബുദ്ധികളും അങ്ങനെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അതെന്ന് നാസർ വൈസി തിരുവത്രയോട് അവിടെ പരിശോധിക്കാൻ വന്ന ഡോക്ടർമാർ പറഞ്ഞു എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പറഞ്ഞത് അതേമാതിരി തന്നെ കേൾക്കുക. അവിടെ പരിശോധിക്കാൻ വേണ്ടി വന്ന ഡോക്ടർമാർ അങ്ങനെ പറഞ്ഞു. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. മനുഷ്യൻ എന്ന ജീവി മാത്രമാണ് കുട്ടികൾ വേണ്ടെന്ന് തീരുമാനമാക്കുന്നത്. വേറെ ഒരു ജീവിയും, ഒരു പശുവിനെ ഒരു മൂരി ഇണ ചേരുമ്പോൾ കുട്ടികൾ ഉണ്ടാവാണ്ടെന്ന് ഒരിക്കലും വിചാരിക്കൂല. ഒരു പെണ്ണാടിനെ ഒരു കൊറ്റനാട് ഇണ ചേരുമ്പോൾ കുട്ടികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വിചാരിക്കൂല. ഒരു കോഴിയെ ഒരു പൂവൻകോഴി ഇണ ചേരുമ്പോൾ മുടടാതിരിക്കട്ടെ എന്ന് വിചാരിക്കൂല. മനുഷ്യൻ മാത്രമാണ് മക്കളുണ്ടാവരുതേ എന്ന് തീരുമാനിക്കുന്ന ഏകജീവി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കുട്ടികൾ എന്തിനാണ് എന്നതിൻ്റെ ലക്ഷ്യം ക്ലിയർ അല്ലാത്തതാണ് കാരണം. അപ്പം നമുക്ക് എല്ലാവർക്കും മക്കളുണ്ട്, ഇനിയുണ്ടാവണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളൊക്കെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കട്ടെ. ധൈര്യമായിട്ട് ആമീൻ പറഞ്ഞോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്തിനാണ് കുട്ടി എന്നത് തീരുമാനമാക്കണോടത്ത് വിജയിക്കണം. എന്തിനാ കുട്ടിയെന്ന് ഞാൻ ഇപ്പം നിങ്ങളോടൊരു കടലാസിൽ എഴുതി തരീന്ന് പറഞ്ഞാൽ മിക്കവാറും ആൾക്കാർ ആദ്യം എഴുതുക പ്രായമാകുമ്പോൾ നോക്കാൻ എന്നാ, വയസ്സാവുമ്പോൾ നോക്കാൻ എന്നാണ് ആദ്യം എഴുതിത്തരാം. ചങ്ങായി അതിന് പൈസ ഉണ്ടെങ്കിൽ ഒരു നഴ്സിനെ വെച്ചാൽ പോരെ, എന്തിനാ അതിന് കുട്ടികൾ വയസ്സാവുമ്പോൾ നോക്കാൻ?
10 മക്കളുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഓലൊക്കെ വയസ്സാകുമ്പോൾ ഇപ്പോൾ നോക്കുന്നുണ്ടോ? ഇല്ലേ. ഒരു ശമ്പളത്തിന് ഒരു നഴ്സിനെ വെച്ചാൽ ഉഷാറായിട്ട് നോക്കും, അവനാൻ്റെ കുട്ടികൾ നോക്കണേക്കാൾ. വയസ്സാവുമ്പോൾ നോക്കാൻ കുട്ടികൾ വേണ്ട. വയസ്സാവുമ്പോൾ അല്ല ദണ്ണത്തിൽ കിടന്നാൽ പിന്നെ എന്താ ഒരു മരുന്നെടുത്ത് തരാൻ എന്താ കാട്ടുകയെന്നാ. അത് നേരെ അങ്ങോട്ട് തിരിച്ചാലോചിച്ചാൽ പോലില്ല. വയസ്സാവുമ്പോൾ ദണ്ണത്തിൽ കിടക്കാതിരുന്നാൽ പോരെ, ഒരു കുഴപ്പമില്ലല്ലോ. എന്തിനാ ഇപ്പോൾ ഈ ദണ്ണത്തിൽ കിടക്കണം എന്ന് ആഗ്രഹിക്കണത്? ചില വിഷയങ്ങളൊക്കെ നമുക്ക് അങ്ങനെയാണ്. 8000 റുപ്യ ശമ്പളം ഉണ്ടായിരുന്നു. 8000 ദിർഹംസ് സൂപ്പർ മാർക്കറ്റിലായിരുന്നു, ഗൾഫിൽ, UAE. 8000 ദിർഹംസ് ഉണ്ട്. മലയാളി തന്നെയാണ് മുതലാളി. മുതലാളിനോട് പറഞ്ഞു, എനിക്ക് ഹുറൂജ് അടിച്ചാൽ ഞാൻ പോവുകയാണ്, 8000 കൊണ്ട് മുതലാവില്ല. ഒരാശുപത്രി കേസ് വന്നാൽ 10,000 ഇല്ലാതെ നടക്കൂല. ഓൻ പോകുന്നേന്ന് ഉറപ്പിച്ചപ്പോൾ എന്നാ മുതലാളി പറഞ്ഞു, എനിക്ക് 10,000 തന്നെ ഇവിടെ നിൽക്കുകയായിരുന്നു. ഓരോ മാസവും 2000 ആശുപത്രി കൊടുക്കേണ്ടി വരും. എന്തേ? 2000 അവൻ ആഗ്രഹിച്ചതും ചോദിച്ചതും ആശുപത്രിയിൽ കൊടുക്കാനായിരുന്നു. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനാ കിട്ടുക. ആശുപത്രി കൊടുക്കാനായി നമ്മൾ പൈസ എന്ന് ആലോചിച്ചതുകൊണ്ടാണ് കിട്ടുന്നത്. എന്താ അങ്ങനെ ആശുപത്രി കൊടുക്കാൻ കുട്ടീനെ ആലോചിക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ പൈസ ആഗ്രഹിക്കേണ്ട ആവശ്യം? ആശുപത്രി കിടക്കാതിരിക്കാൻ ആലോചിച്ചാൽ പോരെ, അല്ലെങ്കിൽ അതിന് തോരുന്നാ പോരെ. പഠിച്ചോനെ, എനിക്ക് വയസ്സാവുമ്പോൾ ആശുപത്രി കിടക്കുമ്പോൾ മരുന്നെടുത്ത് തരാൻ ഒരു കുട്ടീനെ തരണേ എന്ന് പറഞ്ഞാൽ അതിൽ കുറേ ദുആ ഒന്നിച്ചാണത്. വയസ്സാവുമ്പോൾ ആശുപത്രിയിൽ കിടത്തണേ, മരുന്നെടുത്ത് തരുന്ന അവസ്ഥ ഉണ്ടാക്കണേ, അപ്പോൾ എനിക്ക് മരുന്നെടുത്ത് തരാൻ ഒരു കുട്ടിയെ തരണേ. ഇതൊക്കെ ആ ദുആയിലുണ്ട്. വെറുതെ ആവശ്യമില്ലാത്ത തോർക്കേണ്ട കാര്യമില്ലല്ലോ. ആവശ്യമില്ലാതെ തോർന്നാൽ പോരെ. ആരോടാപ്പ ഈ പറയണെന്നുള്ളൊരു ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. അള്ളാഹ് 3 സെന്റ് സ്ഥലം അതിലൊരു ചെറിയ പേരിയും തരണേന്ന് തോർക്കരുത്. ചില്ലറക്കാരനോടല്ല നമ്മൾ തോർക്കണത്. ഒരു 60 സെന്റ് സ്ഥലവും ഇപ്പത്തെ കാഴ്ചപ്പാടില് അതിലൊരു 2 നിലയുള്ള വീടും മുറ്റത്തൊരു ഇന്നോവ കാറും തരണേന്ന് തന്നെ തോർക്കണം. അള്ളാഹിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ തരാണ്ട് പിന്നെ എന്തിനാ അങ്ങനെ ചുരുക്കി തോർക്കേണ്ട ആവശ്യം? 25,000 സക്കാത്ത് വാങ്ങുമ്പോൾ തോർക്കാണ്, പഠിച്ചോനെ ഇക്കൊല്ലത്തെ സക്കാത്ത് കുറഞ്ഞു പോയി, അടുത്ത കൊല്ലം 25,000 കുറച്ച് സക്കാത്ത് ഏറെ തരണേ റബ്ബേൻ. എന്താ മനുഷ്യന്മാരെ, അതൊന്ന് തിരിച്ചു തോരുന്നൂടെ? പഠിച്ചോനെ, ഇക്കൊല്ലത്തെ 25,000 എനിക്ക് സക്കാത്ത് വാങ്ങേണ്ടി വന്നു, അടുത്ത കൊല്ലത്തെ 25,000 എനിക്കൊന്ന് സക്കാത്ത് കൊടുക്കാനുള്ള അവസരം തരണേന്ന് തോരുന്നാൽ അള്ളാൻ്റെ അടുത്ത് ഉണ്ടല്ലോ ഇഷ്ടം പോലെ. നിങ്ങൾ എന്നോട് തോരുന്നോളി, ഞാൻ നിങ്ങൾക്ക് തന്നോളാന്ന് പറഞ്ഞത് പറ്റിക്കാൻ വേണ്ടി പറഞ്ഞോന്നല്ല, തരാൻ വേണ്ടി പറഞ്ഞു തന്നെയാണ്. ചോദിക്കാൻ തയ്യാറില്ലാത്ത പ്രശ്നം, കിട്ടുന്ന കരുതി ചോദിക്കണില്ല, അതാണ് വലിയൊരു പ്രശ്നം. അപ്പോൾ വയസ്സാവുമ്പോൾ നോക്കാൻ കുട്ടികൾ വേണ്ട. ഞാനീ പറഞ്ഞത് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും നല്ലോണം മനസ്സിലാക്കണേ. വയസ്സാവുമ്പോൾ നോക്കാൻ കുട്ടികൾ വേണ്ട. പിന്നെ ഇപ്പം എന്തിനാ കുട്ടികൾ? പിന്നെ ഇപ്പം രണ്ടാമത്തെ കുട്ടികളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളെ തറവാട് നിലനിൽക്കാൻ ഒരു കുട്ടി വേണ്ടേ എന്നാണ്. നമ്മളെ തറവാടുണ്ടല്ലോ, നമ്മളെ കിഴക്കേതിൽ, വടക്കേതിൽ, തെക്കേതിൽ, പടിഞ്ഞാറേതിൽ, പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തറവാട്. നാളെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളാ തോട്ടത്തിൽ കുടുംബസംഘം ഉണ്ട്, നിങ്ങളൊന്ന് വരുകൊണ്ട് പറഞ്ഞു. എൻ്റെ വീട്ടുപേര് തോട്ടത്തിൽ നിന്നാണ്. തോട്ടത്തിൽ കുടുംബസംഘം ഉണ്ട്, നിങ്ങൾ വരുകൊണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഏത് തോട്ടത്തിൽ നിന്നാ നിങ്ങൾ ഈ പറയണത്? അല്ല, നമ്മളാ തോട്ടത്തിൽ പറഞ്ഞു. ഞാൻ നിങ്ങളാ വിചാരിച്ച ആ തോട്ടത്തിലൊന്നല്ല. ഇവിടെ തോട്ടത്തിൽ രവീന്ദ്രൻ മേയർ, കോഴിക്കോട് മേയറായിരുന്നു. പിന്നെ തോട്ടത്തിൽ നിന്നുണ്ട് കുറേ ബസ് ഓടുന്നുണ്ട്, അതൊന്നും ഇൻ്റെതല്ല. എൻ്റെ തോട്ടോ ആ തോട്ടോ ഒന്നല്ലേനും. തോട്ടത്തിൽ അയച്ചിട്ട് ഒന്നാവില്ല. എൻ്റെ വല്യാപ്പാൻ്റെ വാപ്പ കൊളത്തൂർ വന്ന് താമസാക്കിയപ്പോൾ ഞങ്ങളെ തറവാട് വീടിൻ്റെ പിൻവശത്ത് 8 കഴുങ്ങുണ്ടായിരുന്നു, അതാണ് തോട്ടം. അതിൻ്റെ മുമ്പ് പുത്തനങ്ങാടിയിലാണ് താമസിച്ചിരുന്നത്. പുത്തനങ്ങാടിയുടെ കിഴക്കേ തലക്കലാണ് താമസിച്ചിരുന്നത്. അന്നത്തെ വീട്ടുപേര് കിഴക്കേ തലക്കൽ എന്നാണ്. അതിൻ്റെ മുമ്പ് പൊന്നാനിലാണ് അത്ര താമസിച്ചിരുന്നത്. അന്നത്തെ വീട്ടുപേര് വേറെയാണ്. ഏത് തറവാട് നിലനിൽക്കാൻ കുട്ടിനെ വേണമെന്നാണ് നമ്മളീ പറഞ്ഞത്? ആദം വല്ലിപ്പാൻ്റെ തറവാടാണെങ്കിൽ തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ ഈ നിലനിൽക്കണം എന്ന് പറഞ്ഞ തറവാട്, നമ്മളാരും തങ്ങന്മാരൊന്നല്ലല്ലോ, നമ്മൾ ഇവിടുന്ന് മതം മാറിയപ്പെട്ട തന്നെയാണ്. അങ്ങോട്ട് മാന്തി നോക്കിയാൽ ഒരു പരമാവധി മാന്തിയാൽ 8 വരെ മാന്താം. നിങ്ങൾ മാന്തിയാൽ അഹമ്മദ് സാലിം, അബൂബക്കർ, അഹമ്മദ്, അബ്ദുറഹ്മാൻ, ബീനാൻകുട്ടി, ഇങ്ങനെയാണ് മാന്തിയാൽ ഒരു 8 വരെ മാന്തും. അതിൻ്റെ അപ്പുറത്തേക്കാണ് മനുഷ്യന്മാരോട് പറയാൻ പറ്റൂല. എന്നിട്ട് ആ തറവാട് നിലനിൽക്കാനാ അപ്പം നമ്മൾ പിന്നെ ഒരു കുട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കണത്. അത് നിലനിന്നില്ലെങ്കിൽ എന്താ? ഒന്നും വരാനില്ല, വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയാം. ഒരു ആൺതരി വേണ്ടേ നമ്മൾ ഈ തറവാട് നിലനിൽക്കാൻ? ആദം വല്ലിപ്പാൻ്റെ തറവാട് നിലനിൽക്കാനാണെങ്കിൽ ആന്തരിയും പെൺതരിയും ഒക്കെ വേണം. മറ്റേൻ്റെ ആവശ്യമില്ല, വെറുതെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിപ്പം മഹല്ല് കുടുംബസംഘമായതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ പറ്റിയൊരു കാര്യം, തറവാട്ടുവക കുടുംബസംഗമത്തിൽ ചെന്നാൽ
അതിൻ്റെ ഗുണം മാത്രമേ പറയാൻ പറ്റുള്ളൂ, ദോഷം പറയാൻ പറ്റൂല. ഗുണം മാത്രമല്ല അപ്പോൾ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ രംഗത്തിൽ വണ്ടി കയറി പോകാൻ അയക്കൂല. ഇവിടെ ഇപ്പം നമുക്ക് ദോഷം പറയാം, ഗുണമൊന്നും ഇവിടെ പറയണില്ല. കുടുംബസംഗമത്തിൻ്റെ ഗുണമൊന്നും പറയണില്ല, കുറേ ഗുണമുണ്ട്. 2 പ്രധാനപ്പെട്ട ദോഷങ്ങൾ കുടുംബസംഗമത്തിനുണ്ട്, അത് ഇവിടെ പറയാം. ഒന്ന്, വലിയ ഓഡിറ്റോറിയമൊക്കെ വാടകയ്ക്ക് ഒഴിച്ച് ബിരിയാണിയൊക്കെ വെച്ച് അലാക്കിൻ്റെ കുടുംബസംഗമം നടത്തിയിട്ട് അതൊക്കെ കൂടി ഇങ്ങനെ കാണുമ്പോൾ മൂപ്പർക്ക് തോന്നുകയാണ്, പടച്ചോനെ ഇതൊക്കെ നമ്മളെ കുടുംബം. അങ്ങനെയാണെങ്കിൽ പള്ളി കമ്മിറ്റിയിൽ നമ്മൾ 2 ആൾ പോരട്ടോ, മദ്രസ കമ്മിറ്റിയിൽ 3 ആൾ പോലെ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനിൽ വാർഡിൽ നമ്മളെ കുടുംബത്തിൽ തന്നെ വേണം, അല്ലെങ്കിൽ നമുക്ക് പ്രതിഷേധിക്കണം. ഇതിനാണ് അധികാര തർക്കത്തിനാണ് കുടുംബസംഗമം എങ്കിൽ ഓഡിറ്റോറിയത്തിൻ്റെ വാടക നഷ്ടത്തിലായി. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, എളാപ്പാന്റെ മകളെ കെട്ടിച്ചോടത്തേക്ക് കെട്ടിക്കൊണ്ടെന്ന മരോളൊപ്പം മുഖത്തോട് മുഖം നോക്കി ഭക്ഷണം കഴിക്കാനും മാരുതിക്കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യാനുമാണ് കുടുംബസംഗമം സഹായിച്ചതെങ്കിൽ ഓഡിറ്റോറിയത്തിന്റെ വാടക മാത്രമല്ല, ബിരിയാണിയുടെ പൈസയും പോയി. കുടുംബല്ലേ, കയറിക്കോളി വണ്ടിയുടെ ബാക്കിൽ ഞാനാണ്ടാക്കിത്തരാന്ന്. വണ്ടിയുടെ ബാക്കിൽ കയറിക്കോളി, നമ്മൾ കുടുംബല്ലേ, കുടുംബസംഗമത്തിൽ നമ്മൾ സംഗമിച്ചതല്ലേ, വണ്ടിയുടെ ബാക്കിൽ കയറിക്കോളി ഞാനാണ്ടാക്കിത്തരും. ആര്? എളാപ്പാന്റെ മകളെ കെട്ടിച്ചോടത്തേക്ക് കെട്ടിക്കൊണ്ടെന്ന മരോളെ. അതിനാണ് കുടുംബസംഗമമെങ്കിൽ കുടുംബസംഗമം നഷ്ടത്തിലാവും. അത് രണ്ടും ഇല്ലെങ്കിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാണ്ട് കുടുംബസംഗമത്തിന് ചെന്നോടത്തൊക്കെ കിച്ചണിക്ക് ഞാൻ നോക്കലുണ്ട്, മറ ഉണ്ടാവില്ല. കാരണം കുടുംബല്ലേ. ഹോട്ടലിലേക്ക് എന്ന മാതിരിക്കാരം, ഹോട്ടലിൽ മറ ഉണ്ടാവില്ലല്ലോ, എന്ന മാതിരിക്കാരം കുടുംബസംഗമത്തിന്. ഗുണമുള്ളതൊക്കെ ചെയ്യാം, ദോഷമുള്ളതൊന്നും ചെയ്യരുത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ആ തറവാട് നിലനിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെപ്പം എന്തേക്കാരം, മനസ്സിലായി കുറെ സ്വത്തും മുതലൊക്കെ ഇല്ലേ, അതിനൊരു അനന്തരാവകാശി വേണ്ടേന്നാ. ജ്വല്ലറിയും സൂപ്പർ മാർക്കറ്റും തെങ്ങളപ്പോ റബ്ബർ എസ്റ്റേറ്റും ഒക്കെ ഉള്ളതല്ലേ, അതിനൊരു അനന്തരാവകാശി വേണ്ടേ? അതിനൊരു അനന്തരാവകാശി വേണമെങ്കിൽ അമ്പിയാക്കൾക്ക് ആദ്യം വേണ്ടേ? ഒരു നബിക്കും മക്കൾക്ക് സ്വത്തിൽ അനന്തരം ഉണ്ടായിട്ടില്ല. 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. 1,24,000 അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. ലോകം ഭരിച്ച ആളാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. മഹാനവറുകൾ മരണപ്പെടുന്ന സമയത്ത് മക്കൾക്ക് ഓഹരി ചെയ്യാൻ മുതലുണ്ടായിരുന്നില്ല. ലോകം ഭരിച്ചവരാണ് സയ്യിദുന ദാവൂദ് അലൈഹി സ്വലാം. ദാവൂദ് നബി വഫാത്താവുമ്പോൾ മക്കൾക്ക് ഓഹരി ചെയ്യാൻ മുതലില്ല. മൂസാ നബിക്കില്ല, ഇബ്രാഹിം നബിക്കില്ല, സുലൈമാൻ നബിക്കില്ല, ഒരു നബിക്കില്ല. രാജാവിന്റെ മകനായിരുന്നു സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വഫാത്താവുന്ന സമയത്ത് മക്കൾക്ക് ഓഹരി ചെയ്യാൻ മുതലുണ്ടായിരുന്നില്ല. നഹ്നു മആശിറൽ അംബിയാഇ ലാ നൂറസു ഹബീബുനാ റസൂലുള്ളാഹി. ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമില്ലാത്തവരാണെന്ന് മുഹമ്മദ് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അമ്പിയാക്കൾക്ക് വരെ സ്വത്തിൽ അനന്തരമില്ല. അതുകൊണ്ട് സ്വത്തിൽ അനന്തരം എടുക്കാൻ കുട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. ആരാച്ച കൊണ്ടേക്കോട്ടെ, അതുകൊണ്ടൊന്നും വരാൻ പോണില്ല. പിന്നെന്തിനാ കുട്ടി? ലക്ഷ്യം കറക്റ്റാണോ മക്കൾ നന്നാവും. പിന്നെന്തിനാ കുട്ടി? കുട്ടികളെ ആവശ്യം വരുന്ന ചില സമയമൊക്കെ ഉണ്ട്. മഷറയിൽ ഇങ്ങനെ ചെന്നിട്ട് കോടിക്കണക്കിന് മനുഷ്യന്മാരിങ്ങനെ നിൽക്കും. 120 വരി കാണാൻ സ്വർഗത്തേക്ക് ഇങ്ങനെ നിൽക്കണം. അതിൽ 90 വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്തായിരിക്കും. അവിടെ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോൾ 4 കുട്ടികൾ വരിയിൽ നിൽക്കുന്നവരുണ്ട്, 3 എണ്ണം നിൽക്കുന്നവരുണ്ട്, 7 എണ്ണം നിൽക്കുന്നവരുണ്ട്, 10 എണ്ണം നിൽക്കുന്നവരുണ്ട്. ഒന്ന് നമ്മളത് ഇല്ലെങ്കിൽ എന്തിനാ പറ്റുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലേക്ക് പോകുന്ന ഉമ്മത്തിന്റെ വർധനവിനാണോ നിങ്ങൾക്ക് കുട്ടി? ലക്ഷ്യം കറക്റ്റാണ്, ലക്ഷ്യം ക്ലിയർ ആവും. ലക്ഷ്യം ക്ലിയർ അല്ലെങ്കിൽ വേറെ ഒന്നുകൊണ്ടും കാര്യമില്ല. ലക്ഷ്യം വളരെ ക്ലിയർ ആയിരിക്കണം. അപ്പൊ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ വർധനവിനാണ് യഥാർത്ഥത്തിൽ കുട്ടി. ഇനി അതിന് സബ് കുറെ കാര്യങ്ങൾ പറയാം. ആലിമാക്കാനാണ്, സ്വാലിഹാക്കാനാണ്, ഇൽമു പഠിപ്പിക്കാനാണ്, സിറാത്ത് കാലം കിടക്കുന്ന സമയത്ത് കൈമ പിടിക്കാനാണ്, ശഫാഅത്ത് ചെയ്യാനാണ്, കുറെ കാര്യം പറയാം. അതിനൊന്നും വിരോധമല്ല. പക്ഷെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ്. ഒന്നുകിൽ സ്വാലിഹായി വളർത്താൻ വേണ്ടി, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ കാര്യം ലക്ഷ്യം കറക്റ്റായിരിക്കണം, പ്രധാനമാണ്. ലക്ഷ്യം കറക്റ്റ് അല്ലെങ്കിൽ ഇപ്പം കറക്റ്റായി കളി. എന്തിനാ കുട്ടി? വയസ്സാകുമ്പോൾ നോക്കാനല്ല. 90 വരി സ്വർഗത്തേക്ക് ഞങ്ങളൊക്കെ മുഹമ്മദ് നബിയുടെ ഉമ്മത്താന്ന് പറഞ്ഞ് അഭിമാനത്തോടു കൂടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ വകയും വേണം 4 എണ്ണം. അതിനാ
രണ്ടാമത്തെ കാര്യം നല്ലൊരു പേരിടണം കുട്ടികൾക്ക്. നല്ലൊരു പേരിടുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. ബഹുമാനപ്പെട്ട അത്തിബർ ഉസ്താദ് വഫാത്തായി, അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. മുഹിയുദ്ദീൻ എന്നാണ് പേര്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പേര് മുഹിയുദ്ദീൻ എന്നാണ്. പേര് ചില്ലറ കാര്യമൊന്നുമല്ല. കൊണ്ടോട്ടിയിലാണ് നമ്മൾ പ്രസംഗിക്കുന്നത്. മോയിൻകുട്ടി വൈദ്യരുടെ നാടാണ്. മുഹിയുദ്ദീൻ എന്നാണ് പേര്. ബദർ എഴുതി, ഉഹദ് എഴുതി, ഖന്തഖ് എഴുതി, ഒരുപാട് എഴുതി. ഔലിയാക്കളിൽപ്പെട്ട ആളാണ് മോയിൻകുട്ടി വൈദ്യര്. മുഹിയുദ്ദീൻ എന്നാണ് പേര്. 40 വയസ്സ് വരെ ആകെ ജീവിച്ചിട്ടുള്ളൂ. അതിൻ്റെ ഇടയിലാണ് ഈ കണ്ട കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയത്. പേര് വലിയ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പഴയ കാലത്ത് നമ്മളിങ്ങനെ പരിശോധിച്ചാൽ 5 പേരെങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് മുഹിയുദ്ദീനേക്കാരം, അല്ലെങ്കിൽ മീദീനേക്കാരം, അല്ലെങ്കിൽ മൊയ്തേക്കാരം, അല്ലെങ്കിൽ മീദീൻ കുട്ടിയേക്കാരം. അതൊക്കെ സാധനം ഒന്ന് തന്നെയാണ്. ഇതെന്ത് പറഞ്ഞാലും സാധനം ഒന്നാണ്, മുഹിയുദ്ദീൻ എന്നാണ്. പേര് ഭയങ്കര സംഭവമാണ്. ഒരു നല്ല പേരിടുക അത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. പേരിടുക എന്ന് നമ്മൾ പറയുമ്പോൾ വേഗം വാക്കർത്ത നോക്കുക. പേരിനെ പറ്റി അവിടെ പ്രസംഗിച്ചു വന്നാലും പിന്നെ 2 ദിവസം വാട്സപ്പിൽ ഒരു സുഖം തൊഴിലും ഉണ്ടാവില്ല പേരിൻ്റെ അർത്ഥം ചോദിച്ചിട്ട്. എന്തെങ്കിലും 4 അക്ഷരങ്ങളും കൂട്ടിങ്ങാണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിക്കും. ഈ വാക്കർത്ഥം മാത്രമല്ല പേരിൻ്റെ അർത്ഥം, അതിൻ്റെ ചരിത്രവും അതിൻ്റെ അർത്ഥം തന്നെയാണ്. ഇപ്പം മൂസ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം കത്തി എന്നാണ്. ആരെങ്കിലും കത്തി എന്നുള്ള അർത്ഥത്തിൽ കുട്ടികൾക്ക് മൂസ എന്ന് പേരിടലുണ്ടാവും? ഇല്ലേ. അത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കളിൽപ്പെട്ട ഉലുല്ലസ്മിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നബിയുടെ പേരാണ് സയ്യിദുന മൂസ അലൈഹിസ്സലാം. മൂസ നബിൻ്റെ പേര് എന്ന് കരുതിയിട്ട് ഇട്ടാൽ അതിൻ്റെ ഗുണം ഉണ്ടാവും. മുയ്യദ്ദീൻ ഷെയ്ഖിൻ്റെ പേരാണെന്ന് കരുതിങ്ങാണ്ട് ഇട്ടാൽ മുയ്യദ്ദീൻ ഷെയ്ഖ് വഫാത്തായ അതേ ദിവസമാണ് അത്തിബർ ഉസ്താദ് വഫാത്താണ്. ചില്ലറ കാര്യം അത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ആദിർശ്ശേരി മഹമൂലി രണ്ടൊരാളുടെ ഖബറുണ്ട്. അത്തിപ്പറ്റന്നെ ആദിർശ്ശേരി മഹമൂലി രണ്ടൊരാളുടെ ഖബറുണ്ട്. എല്ലാ സ്ഥലത്ത് ചെന്നാലും ബദരീങ്ങളെ കുറിച്ച് പറയുകയും ബദരീങ്ങളുടെ പേരിൽ പള്ളി ഉണ്ടാക്കുകയും ബദരീങ്ങളുടെ പേരിൽ അസ്മാ ചൊല്ലി ദ്വാരക്കുകയൊക്കെ ചെയ്യുന്ന, എപ്പോഴും ബദരീങ്ങളെ പറ്റി പറയുന്ന ഒരാളാണ് ആദിർശ്ശേരി മഹമൂലി. ബദരീങ്ങളുടെ ആണ്ടിൻ്റെ അന്നാണ് വഫാത്തായത്. ഒരു മനുഷ്യൻ്റെ വഫാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. ഇത് വലിയൊരു മത്സരമാണ്. ഈ മത്സരത്തിലെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് ഇതിൻ്റെ ഫിനിഷിംഗ് പോയിന്റ് നോക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം നല്ലൊരു പേരിടുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബ് കൂടി ആയിരിക്കണം. ഭക്ഷണം തൊയ്യിബാണെങ്കിൽ കുറേ പണിയുണ്ട്. ഭക്ഷണം തൊയ്യിബാവണമെങ്കിൽ അതിൽ അഭിമാനം വലിയൊരു പ്രശ്നമാണ്. അഭിമാനമില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ തൊയ്യിബാവില്ല. നമുക്ക് ജായിസാകാൻ പല വഴിയുണ്ട്. വല്ലാതെ വിശക്കുകയാണ്, അപ്പോൾ ഓഡിറ്റോറിയത്തിൽ കല്യാണം നടക്കുന്നുണ്ട്. അവിടെ നിന്ന് കയറിങ്ങാണ്ട് ചോറ് കഴിച്ചാൽ ഇപ്പോൾ മുതലാളി അറിഞ്ഞാൽ തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. അപ്പോൾ റിളയെ ഭാവിച്ചു തൃപ്തി ഉണ്ടാകുമെന്ന ഭാവനയുണ്ടെങ്കിൽ ജായിസാകും, പക്ഷെ തൊയ്യിബാവില്ല. തൊയ്യിബാണെങ്കിൽ കുറച്ച് പണി തന്നെ കാര്യം. ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം തൊയ്യിബായിരിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വന്തം കഴിക്കുന്നതും തൊയ്യിബായിരിക്കണം, മക്കൾക്ക് കൊടുക്കുന്നതും തൊയ്യിബായിരിക്കണം. ഇസ്ലാം ദീനിനൊരു പ്രത്യേകത ഉണ്ട്. ഇസ്ലാം ദീനിൽ ആചാരങ്ങളുമുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഒരുപാട് ആചാരങ്ങളുണ്ട്, ഒരുപാട് അനുഷ്ഠാനങ്ങളുണ്ട്. ആചാരം മാത്രം ക്ലിയർ ആയതുകൊണ്ടും കാര്യമില്ല, അനുഷ്ഠാനം മാത്രം ക്ലിയർ ആയതുകൊണ്ടും കാര്യമില്ല. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്ലിയർ ആയിരിക്കണം. ആചാരവും അനുഷ്ഠാനവും ക്ലിയർ ആകുക എന്ന് പറഞ്ഞാൽ എന്താ? ആചാരവും അനുഷ്ഠാനവും ക്ലിയർ ആകുക എന്ന് പറഞ്ഞാലേ 5 വക്തും പള്ളിക്കൊന്ന് നിസ്കരിക്കും, സുബഹിക്കും നിസ്കരിക്കും. സുബഹിക്കും ജമാഅത്തിന് വരും. ആൾക്ക് സൂപ്പർ മാർക്കറ്റാണ്. ചൈനയിൽ നിന്ന് സാധനം ഇറക്കിങ്ങാണ്ട് ജപ്പാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ചിങ്ങാണ്ട് വിൽക്കും. എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറുമ്പോൾ ഹലാൽ ചിക്കൻ തന്നെ അല്ലേ എന്ന് ഉറപ്പ് വരുത്തും. ആചാരം പോരാ, അനുഷ്ഠാനം വേണം. അനുഷ്ഠാനം മാത്രം പോരാ, ആചാരം വേണം. നമുക്ക് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ആചാരങ്ങൾ മാത്രമാണ്, മറ്റു ചിലപ്പോൾ അനുഷ്ഠാനങ്ങൾ മാത്രമാണ്. ഇസ്ലാം ദീനിൽ രണ്ടും വേണം, ആചരിക്കുകയും അനുഷ്ഠിക്കുകയും വേണം. ഓരോ കാര്യങ്ങളും ഇങ്ങനെ പരിശോധിച്ചോളി. നാട്ടുകാർക്കൊക്കെ പെരണ്ടാക്കി കൊടുക്കാൻ വളരെ ഉഷാറാണ്.
ജ്യേഷ്ഠൻ്റെ പേരെ തറപ്പണി കഴിഞ്ഞ് കിടക്കൽ തുടങ്ങിയിട്ട് മാസം 8 ആയിട്ടുണ്ട്. ഒരു 10,000 ഉറുപ്പ്യ പോലും കൊടുത്തിട്ടില്ല. ആചാരം പോലെ അനുഷ്ഠാനം വളരെ പ്രധാനമാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നല്ല. ഇസ്ലാം ദീൻ ആചരിച്ചാൽ പോരാ, അനുഷ്ഠിക്കണം. പെരുന്നാക്ക് ലീവ് എടുത്ത് നാട്ടിലേക്ക് വരും, എന്നാലും വാപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് ഒന്നും പോകില്ല. കുട്ടികളൊപ്പം കൂടാൻ കുടുംബന്ധം ചേർക്കാൻ വരികയാണ് ആള്. ഭാര്യൻ്റെ ഒപ്പം ബിരിയാണി നിന്നാണ്ട് കഫ്സ് ഉണ്ടാക്കിയാണ്ട് തിന്നും കുട്ടികളൊപ്പം. അപ്പുറത്ത് ഉമ്മയും വാപ്പിയുണ്ട്, പെരുന്നാക്കൂടി ഒന്ന് പോയി നോക്കൂല. ആചാരവും അനുഷ്ഠാനം വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇസ്ലാം ദീനിൻ്റെ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കണം. ഈ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ വലിയ രസമുള്ളൊരു സംഗതിയാണ്. പക്ഷെ അതിൻ്റെ രസം കിട്ടണമെങ്കിൽ 3 കാര്യങ്ങൾ പാലിക്കണം. ഇസ്ലാം ദീൻ ഭയങ്കര രസമാണ്. മുസ്ലിമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമായ കാര്യമാണ്. അത് കിട്ടണമെങ്കിൽ 3 കാര്യം പാലിക്കണം. വജദ ഹലാവത്തൽ ഈമാനി മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ. വജദ ഹലാവത്തൽ ഈമാൻ, ഈമാന്റെ രസം കിട്ടുന്നതാണ്, ഈമാന്റെ മാധുര്യം കിട്ടുന്നതാണ്. മൻ ഒരാൾക്ക് റളിയ ബില്ലാഹി റബ്ബ, അവൻ അല്ലാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെട്ടു എന്നാൽ ഈമാന്റെ രസം കിട്ടും. വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി ഇഷ്ടപ്പെട്ടാലും ഈമാന്റെ രസം കിട്ടും. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യൻ വറസൂലാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാലും ഈമാന്റെ രസം കിട്ടുന്നതാണ്. എന്തേ പറഞ്ഞു? ഒന്ന്, അള്ളാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെടാം. മനുഷ്യന്മാരെ ഉറങ്ങിയിട്ടൊന്നും കാര്യമല്ല. ഇങ്ങോട്ട് നോക്കി, നിങ്ങൾ ഉറങ്ങിയിട്ടൊന്നും കാര്യമല്ല. 3 സംഗതി ഉണ്ടായാലേ ഈമാന്റെ രസം കിട്ടുള്ളൂ. ഒന്ന്, അള്ളാഹുവിനെ റബ്ബായി ഇഷ്ടപ്പെടാം. അള്ളാഹിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടാം. അള്ളാഹിനെ അള്ളായിട്ട് ഇഷ്ടപ്പെടാന്നല്ല കേട്ടോ. അള്ളാഹുവിനെ റഹ്മാനായിട്ട് ഇഷ്ടപ്പെടല്ല, അള്ളാഹുവിനെ റഹീമായിട്ട് ഇഷ്ടപ്പെടല്ല, അള്ളാഹുവിനെ ഖാലിഖായിട്ട് ഇഷ്ടപ്പെടല്ല, അള്ളാഹുവിനെ റാസിഖായിട്ട് ഇഷ്ടപ്പെടല്ല, അള്ളാഹുവിനെ ഷാഫിയായിട്ട് ഇഷ്ടപ്പെടല്ല, അള്ളാഹുവിനെ റബ്ബായിട്ട് ഇഷ്ടപ്പെടണം. എന്താ റബ്ബാകുക എന്ന് പറഞ്ഞാൽ? റബ്ബ് എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുന്നതാണ് റബ്ബ്. തർബിയത്ത് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും നോക്കണതല്ല രക്ഷിതാവ്. റബ്ബ് എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുക. സാലിം ഫൈസിനെ എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ എന്നെ നോക്കുന്നുണ്ട് എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതിനാണ് റബ്ബ് എന്ന് പറയാം. അപ്പൊ എൻ്റെ പെരപ്പണി തീരണ്ട സമയത്ത് തീർത്ത് തരാ, തീരണ്ടാത്തുമ്പോ തീർക്കൂല. എനിക്ക് ദണ്ണം വേണ്ട നേരത്ത് ദണ്ണം, ശിഫ വേണ്ട നേരത്ത് ശിഫ, നോക്കേണ്ടതുപോലെ നോക്കുക. ഇതാണ് ഓരോ സാധനത്തെയും അല്ലാഹു തആല നോക്കേണ്ട മാതിരിയാണ് നോക്കുന്നത് എന്ന് വിശ്വസിക്കുന്നതിനാണ് റബ്ബ് എന്ന് പറയുന്നത്. എന്താപ്പോ കാട്ട പഠിച്ചോ നമ്മളെ റബ്ബല്ലേ. എപ്പോ 50,000 ഉറുപ്പ്യ ഉണ്ടായിരുന്നു കയ്യിൽ 50,000 ഉറുപ്പ്യ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ പദ്ധതികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നടപ്പാക്കണം എന്നൊക്കെ കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ കള്ളം കൊണ്ടുപോയി 50,000. ഭയങ്കര പദ്ധതിയായിരുന്നു. 4 ദിവസമായിട്ട് കിനാവ് വണ്ടിയിൽ നിന്നൊക്കെ ഈ 50,000 പറ്റിയിട്ടായിരുന്നു. കള്ളം കൊണ്ടുപോയി. കള്ളം കൊണ്ടുപോയപ്പോൾ ഓൻ പെണ്ണുങ്ങളോട് പറയാണ്, എന്താപ്പോ കാട്ട പടച്ചോൻ്റെ ഒരു വിധിയല്ലേ, ഓ നമ്മളെ റബ്ബല്ലേ. എടാ എനിക്ക് 1 മാസം കഴിഞ്ഞ 1-ാം തീയതി 50,000 ഉറുപ്പ്യ കൊടുന്നത് ഗോപാലൻ നായരൊന്നുമല്ല, അതും അല്ലാഹു തആലയായിരുന്നു. അത് തന്നോടത്തെന്താ അല്ല റബ്ബാവാത്തതും അള്ളാഹിൻ്റെ വിധിയാവാത്തതും? വണ്ടി തട്ടിയപ്പോൾ എന്താ ഇപ്പം കാട്ട പടച്ചോൻ്റെ വിധിയല്ലേ എന്ന്. വണ്ടി തന്നതും അല്ലാഹു തആലയല്ലേ. എന്താ ആലോചിക്കാത്തത്? കുട്ടിക്ക് ഉസ്താദെ കുട്ടിക്ക് 20 വയസ്സായി, കല്യാണമൊന്നും ശരിയായിട്ടില്ല. ഉസ്താദ് നല്ലോണം ദോരക്കുണ്ട് കുട്ടിക്കൊരു കല്യാണം ശരിയാവാൻ. ഞാൻ പല നീർച്ചയും പലതും ചെയ്തു നോക്കി, ഒന്നും ശരിയാണില്ല. ഒരു 19 കൊല്ലം മുമ്പ് ഒരു ഈസൈ എൻ്റെ പെണ്ണുങ്ങൾക്ക് പ്രസവവേദന തുടങ്ങിയിട്ട് ഒരു ദിവസം രാത്രി 10 മണിക്ക് ഓട്ടോറിക്ഷ വെച്ച് കണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോയില്ലേ. അങ്ങനെ ഓളെ ലേബർ റൂമൊക്കെയാണ് കൊണ്ടുപോയതിൻ്റെ ശേഷം
പിന്നേക്ക് കയ്യും കെട്ടിയാണ്ട് അവിടെ ഇങ്ങനെ മേപ്പോട്ട് നോക്കിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നില്ലേ. ഒരു 11:30 മണിക്ക് ലേബർ റൂമിൻ്റെ അവിടെ ബെല്ലടിച്ചിട്ട് നഴ്സിനോട് മൈമൂനാൻ്റെ വല്ല വർത്താനം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ. ഒരു 1:30 മണിക്ക് വീണ്ടും ഒരു വർത്താനമൊന്നും പറയാനായിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഒരു 2:30 മണിക്ക് ആ നഴ്സ് ഇങ്ങനെ തല പുറത്തേക്ക് ഇട്ടിട്ട് മൈമൂനെ പെറ്റുകൊണു, കുട്ടി പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു അൽഹംദുലില്ലാന്ന് ഇജ്ജ് മനസ്സറിഞ്ഞ് പറഞ്ഞിരുന്നെങ്കിലേ 18 കൊല്ലം കഴിയുമ്പോൾ രണ്ടാമത്തൊരു അൽഹംദുലില്ല പറയാൻ ചോദിക്കാതെ നിൻ്റെ റബ്ബ് നിനക്ക് അവസരം തരുമായിരുന്നു. ഇതെന്താ സംഭവിച്ചാലേ, വളമ്പ്യ ചോറ് തിന്നിട്ടില്ല, അതിൻ്റെ മുമ്പ് ഉമ്മാനോട് പിന്നെയും ചോറ് ചോദിക്കുകയാണ്, ചൂലും പട്ടോണ്ട് അടി കിട്ടും. അതുകൊണ്ട് 18 കൊല്ലം മുമ്പ് കിട്ടിയ ഒരു പെൺകുട്ടിയുണ്ട്, അതിൻ്റെ അൽഹംദുലില്ല ആദ്യമാണ് പറയും. ഇന്നാണ് പറഞ്ഞാൽ നാളെ രാവിലെ കല്യാണം ശരിയാവും. ലഇൻ ശകർത്തും ലഅസീദന്നക്കും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. അള്ളാഹു റബ്ബാണ്, അവനറിയാം എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടാത്തത്. അള്ളാഹു റബ്ബാണ് എന്നതിൽ ഈമാൻ ഉണ്ടായാൽ പോരാ, അള്ളാഹു റബ്ബാണ് എന്നതിൽ തൃപ്തി ഉണ്ടായിരിക്കണം. മൻ റളിയ ബില്ലാഹി റബ്ബൻ, നിന്റെ റബ്ബ് അള്ളാഹു ആണ് എന്നതിൽ നിനക്ക് സന്തോഷം ഉണ്ടായിരിക്കണം, നിനക്ക് തൃപ്തി ഉണ്ടാകണം. ഈമാന്റെ രസം എന്താണെന്ന് വെച്ച് ശരിക്കും മനസ്സിലാക്കുന്നാല് വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ജീവിത വഴിയായി ഇഷ്ടപ്പെടണം. 5 സെന്റ് സ്ഥലമുണ്ട്, തറപ്പണി കഴിഞ്ഞിട്ടുണ്ട്, ജില്ലാ ബാങ്കിൽ നിന്ന് ലോണൊക്കെ കിട്ടാണ്ട് എന്താ ഇപ്പൊ കാട്ട്, മുസ്ലിമായി പോയില്ലേ. ഇടങ്ങാറായിട്ട് മുസ്ലിമായാലേ ഇസ്ലാം ദീൻ്റെ ഒരു രസം കിട്ടൂല. കഷ്ടപ്പെട്ട് മുസ്ലിമായിട്ട് കാര്യമില്ല, ഇഷ്ടപ്പെട്ട് മുസ്ലിമാവാൻ കഴിയോ ഇസ്ലാം ദീൻ ഭയങ്കര രസീകാരം. ഇടങ്ങാറായിട്ട് നമ്മൾ മുസ്ലിമായിട്ടൊരു കാര്യമില്ല, ഈമാൻ രസം കിട്ടൂല. ഇതന്നെ സംഗതി. ഒരുപാട് വഴിയുണ്ട്, പക്ഷെ എന്താ ഇപ്പൊ കാട്ട്, നമ്മൾ മുസ്ലിമായി പോയില്ലേ. സംഗതി ഇപ്പൊ ഒന്ന് തല തുറന്നിട്ട് നടക്കണം എന്നൊക്കെ ഉണ്ട്, എന്താ ഇപ്പൊ കാട്ട്, മുസ്ലിമായി പോയില്ലേ. ഒരു കാര്യമില്ല, ഇഷ്ടപ്പെട്ട് മുസ്ലിം ആവാൻ പറ്റുമോ, എന്നാൽ ഈമാന്റെ രസം കിട്ടും. ഇടങ്ങാറായിട്ട് മുസ്ലിം ആയാൽ ഈമാന്റെ ഒരു രസം കിട്ടൂല. വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയും റസൂല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയും റസൂലുമായി ഇഷ്ടപ്പെട്ടാൽ ഈമാൻ ഭയങ്കര രസം ഉണ്ടാവും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നബിയായി ഇഷ്ടപ്പെടണം, റസൂലായി ഇഷ്ടപ്പെടണം. അത് രണ്ടും രണ്ടാണ്. നബിയായിട്ട് ഇഷ്ടപ്പെടുക എന്ന് വേറെയാണ്, റസൂലായിട്ട് ഇഷ്ടപ്പെടുക എന്ന് വേറെയാണ്. റസൂലായിട്ട് ഇഷ്ടപ്പെടണം. മുഹമ്മദ് നബി എൻ്റെ നബിയാണ്. ഏത് മുഹമ്മദ് നബി? ആ 11 കല്യാണം കഴിച്ച മുഹമ്മദ് നബി ഉണ്ടല്ലോ, ആ മുഹമ്മദ് നബി തന്നെയാണ് എൻ്റെ നബി. എനിക്ക് ഭയങ്കര രസമാണ്. അത് ഇഷ്ടം തോന്നുന്നുണ്ടോ, ഈമാൻ്റെ രസം കിട്ടും. അതിൽ ഇഷ്ടം തോന്നുന്ന ഒരാൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ നബിയായതിൽ നമുക്ക് ഇഷ്ടം തോന്നണം. മലയാളത്തിൽ ഒരു പ്രസിദ്ധീകരണത്തിൽ മുമ്പൊരു ചോദ്യം ഉണ്ടായിരുന്നു, പല്ലിയെ കൊല്ലണം എന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ടെന്ന് കേൾക്കുന്നു, അത് ശരിയാണോ എന്നാണ് ചോദ്യം. പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ പറഞ്ഞതായി കേൾക്കുന്നുണ്ട്, അത് ശരിയാണോ എന്ന് ചോദ്യം. മറുപടിക്കാരൻ അതിന് മറുപടി പറയുന്നു, പല്ലിയെ കൊല്ലണമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, അത് സ്വഹിയായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന മാനുഷിക സങ്കല്പങ്ങൾക്ക് അത് വിരുദ്ധമായി തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഹമ്മദ് നബി റസൂലായതിൽ ഇഷ്ടമല്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ഇൽമിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമ റിസാലത്തിന്റെ ഇൽമാണ്, അതിൻ്റെ അപ്പുറം ഒന്നും പോവില്ല. വിവരങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിവരം വഹയിന്റെ ഇൽമാണ്, റിസാലത്തിന്റെ ഇൽമാണ്. റിസാലത്തിന്റെ ഇൽമിലുണ്ട് പല്ലിയെ കൊല്ലണമെന്ന്, അത് സ്വഹിയായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ തന്നെ പറഞ്ഞാൽ മതി, അതിൻ്റെ ബാക്കി പറയണ്ട. ആ പക്ഷിയോട് കൂടെ തന്നെ ആള് പുറത്തായി. ആ പക്ഷന്നെ ഒരു പ്രശ്നമല്ലോ, കാരണം റിസാലത്തിന്റെ ഇൽമ തന്നെ അത്രയും പ്രധാനപ്പെട്ടതാണ്. മുഹമ്മദ് നബി നിന്റെ റസൂലായതിൽ നിനക്ക് ഇഷ്ടമുണ്ടോ, ഈമാന്റെ രസം കിട്ടും, അല്ലെങ്കിൽ ഈമാന്റെ രസം ഉണ്ടാവില്ല. പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് നല്ല പേരിടുക, ഹലാലും തയ്യുമായ ഭക്ഷണം കൊടുക്കുക, ഹലാലും തയ്യുമായ ഭക്ഷണം കൊടുക്കുക. 4ാമത്തെ കാര്യം ദീൻ പഠിപ്പിക്കുക. ഒരു വാക്ക് ഞങ്ങളോട് പറയാണ്, മക്കൾക്ക് ദീൻ പഠിപ്പിക്കാതെ ദുനിയാവ് പഠിപ്പിച്ചാൽ
അവർ പഠിച്ചത് കൊണ്ട് അവർക്ക് തന്നെ ഗുണമുണ്ടായിരിക്കില്ല. വാപ്പാക്കും മക്കും ഏതായാലും കാര്യമില്ല. ഓല് പഠിച്ചതുകൊണ്ട് ഓൽക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണ്ടേ, അതും ഉണ്ടാവില്ല ദീൻ പഠിപ്പിക്കാതെ ദുനിയാവ് പഠിപ്പിച്ചാൽ. അതുകൊണ്ട് മക്കൾക്ക് ദീൻ പഠിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പഠിപ്പിച്ചാൽ പോരാ, പരിശീലിപ്പിക്കുക കൂടി വേണം. ദീനീ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കാൻ പഠിപ്പിക്കുക എന്നല്ല, മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കുക എന്നാണ് മതവിദ്യാഭ്യാസം. മതവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കാൻ പഠിപ്പിക്കലല്ല. 5ാം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ സമസ്തന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി, റബീഉൽ അവ്വലിന് ഫ്രെയിം ചെയ്ത് ഉസ്താദ്മാർ തന്നു, ചോരുമ തൂക്കി എന്നത് പോരാ. നിക്കാരം തുടങ്ങിയിട്ടുണ്ട്, 5ാം ക്ലാസ് പാസ്സായി. 7ാം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞാൽ കച്ചവടം ചെയ്യുമ്പോൾ പലിശ വരാതിരിക്കാൻ ശ്രദ്ധിക്കണുണ്ട്, എന്നാലും 7ാം ക്ലാസ് പാസ്സായി. 10ാം ക്ലാസ് പാസ്സായി എന്ന് പറഞ്ഞാൽ മുർത്തദ്ദാവുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ശ്രദ്ധയും ബോധവും ഉണ്ട്, എന്നാൽ 10ാം ക്ലാസ് പാസ്സായി. സർട്ടിഫിക്കറ്റ് കൊണ്ട് കാര്യമില്ല. ദീനീ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കാൻ പരിശീലിപ്പിക്കലാണ്. വ്യഭിചാരം, ഗീബത്ത്, കോലം കെട്ടല്, പലിശ, 4 തെറ്റുകൾ ഇന്ന് വളരെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാർക്ക് ഒരു ശ്രദ്ധയുമില്ലാത്ത 4 തെറ്റുകൾ. ഒന്ന് വ്യഭിചാരം. ഒരു ശ്രദ്ധയില്ല വ്യഭിചാരത്തിൻ്റെ കാര്യത്തിൽ. പഴയ കാലത്തൊക്കെ എവിടെങ്കിലും ഒരു വ്യഭിചാരം നടന്നു, അല്ലെങ്കിൽ ഒരു അവിഹിത ഗർഭമുണ്ടായി, ഒരു പെണ്ണ് ചാടിപ്പോയി എന്നൊക്കെ കേട്ടാൽ ആൾക്കാർ മൂക്കത്ത് വിരലച്ച് വലിയ അത്ഭുതത്തോടുകൂടെ അജബായിട്ട് കേൾക്കാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം ഒരു നാട്ടിൽ ഇല്ലെങ്കിൽ ആ നാടൊന്നിനും പറ്റൂല. അങ്ങനെയാണ്. അതെന്തെങ്കിലും ഒരു സംഭവം ആണെന്നുള്ളിടത്താണ്, എന്നാലേ ഒരു സംഗതിക്ക് ഒരു രസമുള്ളൂ. ഒരു ദിവസം പത്രത്തിൽ അങ്ങനത്തെ ഒരു വാർത്ത ഇല്ലെങ്കിൽ അന്നത്തെ പത്രം ഒരു കുണുസുമില്ലാത്ത കോലത്തിലാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. വ്യഭിചാരം ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം. ശ്രദ്ധിക്കണേ നിങ്ങൾ, ലൈംഗികാവയവം കൊണ്ട് മാത്രമല്ല വ്യഭിചാരം ഉള്ളത്. അല്ലൈനാനി സിനാഹുമാ അന്നദുറു ഹബീബുനാ റസൂലുള്ളാഹി. കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധമായ ശരീഅത്തിൽ ഏറ്റവും വലിയ ശിക്ഷയുള്ള തെറ്റാകുന്നു വ്യഭിചാരം. വ്യഭിചാരി നാളെ മഹ്ശറയിൽ വരുന്ന സമയത്ത് അവന്റെ അല്ലെങ്കിൽ അവളുടെ ഗുഹ്യത്തിലൂടെ ഒരു ചലം ഒലിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നും ആ ചലത്തിന്റെ ദുർഗന്ധം കിലോമീറ്ററുകളോളം ദൂരത്തെ കടിക്കുന്നതാണെന്നും നരകത്തിൽ അവന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആള് പോലും ദുർഗന്ധം കാരണം അവനെ ആക്ഷേപിക്കുന്നതാണെന്നും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ഇസ്ലാമിക ശരീഅത്തിൽ ഏറ്റവും കുറ്റമുള്ളൊരു തെറ്റാണ് വ്യഭിചാരം. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമത്തി വയഖ്ലുദു ഫീഹി മുഹാനാ. വ്യഭിചാരികൾക്ക് നാളെ ശിക്ഷ ഇരട്ടിയാക്കപ്പെടുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തെറ്റുകൾക്കും ഒരു ശിക്ഷയാണ്, വ്യഭിചാരത്തിന് ഇരട്ടി ശിക്ഷയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നാൽ അൽ ഐനാനി സിനാഹുമ അന്നദുറു, കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ്, കയ്യിന്റെ വ്യഭിചാരം തൊടലാണ്, കാലിന്റെ വ്യഭിചാരം നടത്തമാണ്, നാവിന്റെ വ്യഭിചാരം സംസാരമാണ്, മൊബൈലിന്റെ വ്യഭിചാരം ചാറ്റിംഗ് ആണ്. എല്ലാത്തിനും വ്യഭിചാരമുണ്ട്. എല്ലാത്തിനും ഈ ശിക്ഷ തന്നെയാണ്. എല്ലാ സംഗതിക്കും ഇത് തന്നെയാണ് ശിക്ഷ. കല്യാണത്തിന്റെ തലേ ദിവസം രാത്രി സ്വന്തം രക്തത്തിൽ പിറന്ന മകളെ തലയിൽ തട്ടമിടാതെ മുല്ലപ്പൂ ചൂടിയിട്ട് പന്തലിന്റെ നടുവിൽ നിർത്തിയിട്ട് വരുന്ന എളാപ്പാന്റെ മൂത്താപ്പാന്റെ മക്കൾക്കൊക്കെ വ്യഭിചരിക്കാൻ, കണ്ണുകൊണ്ട് വ്യഭിചരിക്കാൻ, നേത്ര വ്യഭിചാരം നടത്താൻ നിർത്തിക്കൊടുക്കുന്ന വാപ്പിയമ്മിയും വ്യഭിചാരത്തിന്റെ ശിക്ഷ അനുഭവിച്ചാൽ മതിയാവൂല, വ്യഭിചാരശാല നടത്തിയതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അൽ ഐനാനു സിനാഹുമ അന്നദുറു, ഞാൻ പറഞ്ഞതല്ല, മുഹമ്മദ് നബി പറഞ്ഞതാ. കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ്. വ്യഭിചരിക്കണില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം. വ്യഭിചാരം എന്താന്ന് നമുക്ക് മനസ്സിലാവാത്തോണ്ടാണത്. കണ്ണിന്റെ വ്യഭിചാരം നോട്ടാണ്, കയ്യിന്റെ വ്യഭിചാരം തൊടലാണ്. അത് KSRTC ബസ്സിലെ കണ്ടക്ടർ ആണെങ്കിലും ശരി, പൈസ കൊടുത്തപ്പോ, എന്നാലും അതന്നെയാണ്.
നാവിൻ്റെ വിചാരം സംസാരമാണ്. അത് ട്രാവൽസിലെ കുട്ടികളോടാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നാവിൻ്റെ വിചാരം സംസാരമാണ്, കാലിൻ്റെ വിചാരം നടത്താണ്. ഇതൊക്കെ വിചാരമാണ്, ഗുഹ്യം കൊണ്ട് മാത്രമല്ല വിചാരം. അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ ഗൗരവം നഷ്ടപ്പെട്ട ഒരു തെറ്റായി വ്യഭിചാരം മാറിയിരിക്കുന്നു. രണ്ടാമത്തതാണ് പലിശ. അതിപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ, എല്ലാവരും ചെയ്താൽ ജായിസാണ് വിധി എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൽ അങ്ങനെ കുറച്ച് വിധി ഉണ്ടോ? എല്ലാവരും ചെയ്താൽ ജായിസാകുന്ന വിധികൾ: 1 പലിശ, 2 ജൂതന്മാരുമാതിരി മുടിവെട്ടൽ, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇസ്ലാമിൽ എല്ലാവരും ചെയ്താൽ ജായിസാകുന്നത് അങ്ങനെയല്ലല്ലോ. ഇസ്ലാമിൻ്റെ നിയമം എപ്പോഴും എല്ലാവരും ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒരേമാതിരി തന്നെയാണ്. വ്യാപകമായാൽ എനിക്കുമാകാം എന്നതാണ് ചിലരുടെ രീതി. അള്ളാഹിൻ്റെ ദുനിയാവിൽ ഏറ്റവും നല്ല പരിപാടിയാണ് കച്ചവടം. ഏറ്റവും നല്ലത് കേടെന്നാലാണ് ഏറ്റവും മോശപ്പെട്ടതാകുക. ഞാനീ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിക്കണേ നല്ലോണം. നാട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ അന്ന് പള്ളിക്കത്തെ ബാത്റൂമിൽ ചെന്നാൽ ഒരു പ്രത്യേക വാസനയ്ക്കാരം. കാരണം എല്ലാവരും ബിരിയാണി നിന്നിട്ടുണ്ടാവും. നല്ലത് കേടെന്നാലാണ് ഏറ്റവും മോശമാകുക. നല്ല സാധനം കേടെന്നാൽ ഏറ്റവും മോശമാവും. കച്ചവടം വളരെ നല്ല കാര്യമാണ്. ദൂരെ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് അല്പാൽപമായി ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്ന വലിയ ഒരു ഖിദ്മത്താണ് യഥാർത്ഥത്തിൽ അത്. നല്ല പണിയാണ്. സ്വർഗത്ത് പോവാൻ ഒരു പെട്ടിക്കട നടത്തിയാൽ മതി, ചെറിയൊരു പെട്ടിക്കട. പക്ഷെ 2 നിബന്ധന ഉണ്ടായിരിക്കണം. ചെറിയൊരു തട്ടുകട സ്വർഗത്ത് പോവാൻ, ചെറിയൊരു തട്ടുകട, 2 നിബന്ധന ഉണ്ട്. എന്താണ്? 1 വിശ്വസ്തത, 2 സത്യസന്ധത. അത്താജിറു സ്വദൂഖുൽ അമീനു മഅൻ നബീന വസ്സുദ്ദീഖീൻ ഹബീബുനാ റസൂലുള്ളാഹി. വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അമ്പിയാക്കളോടും സുദ്ദീഖീങ്ങളോടുമൊപ്പം നാളെ സ്വർഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി. 2 ഗുണം ഉണ്ടായിരിക്കണം. 1 വിശ്വസ്തത ഉണ്ടായിരിക്കണം, 2 സത്യസന്ധത ഉണ്ടായിരിക്കണം. വിശ്വസ്തത വേറെയാണ്, സത്യസന്ധത വേറെയാണ്. അല്ലെങ്കിൽ മുഹമ്മദ് നബി 2 കൂടിയും പറയേണ്ട ആവശ്യമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ മാതിരി വെറുതെ വർത്താനം പറയുന്ന ആളല്ല. 2 വേറെ ആയതുകൊണ്ടാണ് 2 വേറെ പറഞ്ഞത്. കച്ചവടത്തിൽ വിശ്വസ്തത പോരാ, കച്ചവടത്തിൽ സത്യസന്ധതയും പോരാ. കച്ചവടത്തിൽ വിശ്വസ്തതയും വേണം, കച്ചവടത്തിൽ സത്യസന്ധതയും വേണം. നാളെ ഒരിക്കലും ഒരു കാർട്ടൂണ് കണ്ടു, ഒരു രസകരമായ ഒരു കാർട്ടൂണ്. തുണിഷാപ്പിൽ ക്യാഷിൽ കൗണ്ടറിൽ ഇരിക്കാൻ തൊപ്പിയിട്ട ആളെ ആവശ്യമുണ്ട് എന്നാണ് പരസ്യം. തുണിഷാപ്പിലെ അല്ലെങ്കിൽ ജ്വല്ലറിയിലായിക്കോട്ടെ, സൂപ്പർ മാർക്കറ്റിലായിക്കോട്ടെ, ഹോട്ടലിലായിക്കോട്ടെ, ക്യാഷ് കൗണ്ടറിൽ ഇരിക്കാൻ തൊപ്പിയിട്ട ഒരാളെ ആവശ്യമുണ്ട്. ദുനിയാവിന് പകരം നമ്മൾ ദീനിനെ വിൽപ്പന നടത്തുന്നു. ഒറിജിനൽ തൊപ്പിക്കാരനാണെങ്കിൽ ഞാനീ പറഞ്ഞതിന് ഒഴിവാണ്. ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുമ്പോൾ മാത്രം തൊപ്പിടുകയാണെങ്കിലാണ് ഞാനീ പറഞ്ഞത് ബാധകം. അള്ളാഹ് റസൂലിൻ്റെ സുന്നത്താണെന്ന് എഴുതിയാണ്ട് ഒരാൾ തൊപ്പിടുകയാണെങ്കിൽ ഞാനീ പറഞ്ഞത് ഇന്ന് ഒഴിവാണ്. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ദീനിനെ വിറ്റിട്ട് കാശാക്കിയിട്ട് കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തുങ്ങാണ്ട് ഒരു സ്വാലിയാൻ വേണ്ടി തോരന്നുകാണ്ട് കുത്തിരിക്കുക. ദീനി വിറ്റ് കാശാക്കാൻ പറ്റുമോ? കച്ചവടം നല്ല പരിപാടിയാണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ജനങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു ഖിദ്മത്താണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിച്ചിരിക്കണം. അയാൾ അങ്ങനെ ഒറിജിനലാണെങ്കിൽ തിരക്കിടൊന്നുമില്ല, സ്ഥലക്കച്ചവടമാണ്. 10 സെൻറ്റ് ഉക്കാണ്ട്, ഇത് അവിടെ അങ്ങനെ 10 സെൻറ്റ് ഉക്കാണ്ട്. കച്ചവടക്കാർ വന്നു, ഓരെങ്ങനെ തക്കുമൊക്കെ നടന്ന് അത് ആ കുറ്റി മുതൽ ഈ കുറ്റി വരെയാണ്, മറ്റേ കുറ്റിയാണ്, അങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞതിനടുക്കാണ് പള്ളിക്കൊന്ന് വാങ്ങിക്കൊടുത്തു. പള്ളിക്കൊന്ന് വാങ്ങിക്കൊടുത്തപ്പോൾ പ്രധാനപ്പെട്ട കച്ചവടക്കാരൻ പറഞ്ഞു, ആ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെന്നാൽ നമ്മൾ നിക്കാരം കഴിഞ്ഞ് വന്നിട്ട് ബാക്കി കച്ചവടം ചെയ്യാം. സാധുക്കൾ വിചാരിച്ചു ഇയാൾ അവ്വൽ വക്തിന് ജമാഅത്തിൽ കൂടുന്ന ആളാണ്, ഇയാൾ നമ്മളെ പറ്റിശുലേക്കാരല്ലേ, എന്നാൽ പിന്നെ സെൻറ്റിന് 2 ലക്ഷം എന്ന് പറഞ്ഞത് വേറെ ഉണ്ടാവില്ല, 10 രൂപ കൂട്ടി കൊടുത്തിട്ടാണെങ്കിലും വാങ്ങുക, അയാൾ വക്തിന് കൃത്യമായിട്ട് നിസ്കരിക്കണ ആളല്ലേ. നിസ്കരിച്ചതിനോട് ഞാൻ എതിര് പറഞ്ഞതല്ല, ജമാഅത്തിനോട് ഞാൻ എതിര് പറഞ്ഞതല്ല, എല്ലാറ്റിനും അനുകൂലമുള്ള ആളാണ്, എല്ലാവരും ചെയ്യണം എന്നുള്ള അഭിപ്രായം. ചെയ്തത് നിക്കാരത്തെ സ്ഥലക്കച്ചവടത്തിന് വേണ്ടി വിറ്റതാണെങ്കിൽ അത് കൊടുത്തുങ്ങാണ്ട് കുട്ടികൾ സ്വാലിയാവാൻ വേണ്ടി മഹല്ല് സംഗമം നടത്തിയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നല്ലോണം ശ്രദ്ധിക്കണേ. ഭക്ഷണ സാധനം വിൽപ്പന നടത്തുന്നവർ, ബേക്കറി നടത്തുന്നവർ, കൂൾ ബാർ നടത്തുന്നവർ, ചായക്കട നടത്തുന്നവർ,
ഭക്ഷണ സാധനങ്ങളുമായി ഇടപഴകുന്നവർ നല്ലോണം സൂക്ഷിക്കണം. ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാർ വന്ന് ഭക്ഷണം കഴിക്കും. ഒരു സ്വാലിഹായ മനുഷ്യന്റെ ആമാശയത്തിലേക്ക് മ്ലേച്ഛമായതിനെ കടത്തിവിട്ടാൽ അവന്റെ മക്കളിലേക്ക് അള്ളാഹു മ്ലേച്ഛതയെ കൊണ്ടുവരും. 10 മക്കളുള്ളതിൽ ഒന്ന് ബുദ്ധിയില്ലാത്തത്, ഒന്ന് കാലുകൊണ്ട് ചെയ്യാത്തത്, ഒന്ന് കബറങ്ങ തുരക്കാത്തത്, അങ്ങനെ ഉണ്ടാക്കി തരും അള്ളാഹു തആല. ഞാനിത് വെറുതെ പറയണമെന്നല്ല. ഭക്ഷണ സാധനം വിൽപ്പന നടത്തുന്നവർ നല്ലോണം സൂക്ഷിക്കണം. വളരെ പ്രധാനപ്പെട്ട ഈ ഭാഗത്താണ്. ലക്ഷ്യം നന്നാക്കിയാലും മാർഗം നന്നാക്കിയാൽ കേടുന്ന വളരെ മോശപ്പെട്ട പരിപാടിയാണ്. ഹോട്ടൽ നടത്തുക, ബേക്കറി നടത്തുക, കൂൾ ബാർ നടത്തുക. ശ്രദ്ധിക്കണം. കോഴിക്കോട് ഞാനൊരിക്കൽ രാത്രി ഒരു പരിപാടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അപ്പം എന്താ ഉള്ളതെന്ന് ചോദിച്ചു. ആംപ്ലേറ്റും ബ്രെഡും ആണുള്ളത് പറഞ്ഞു. നല്ല വിശക്കുണ്ടായിരുന്നു, ഉള്ളത് തരിയെന്ന് പറഞ്ഞു. കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞേക്കാം എല്ലാവർക്കും ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കുപ്പിയിലാണ് വെള്ളം ഉള്ളത്. അപ്പം ഞാനൊരു കുപ്പി എടുത്ത് എല്ലാവരും കുപ്പിയിൽ നിന്ന് എടുത്താണ് കുടിക്കുകയാണ്. ഒരു കുപ്പി എടുത്താണ് വെള്ളം കുടിച്ചു. വെള്ളം കൂടി കഴിഞ്ഞാൽ ഹോട്ടലുകാരൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. എനിക്കെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. ഞാൻ എന്താ നിങ്ങൾ പറഞ്ഞതെന്ന് തെളിച്ച് പറയുമെന്ന് പറഞ്ഞപ്പോൾ അത് എനിക്ക് കുടിക്കാൻ വേണ്ടി കൊടുന്ന് വെച്ച വെള്ളമാണ് പറഞ്ഞു. ഞാൻ എടുത്ത് കുടിച്ചതേ. അതിൻ്റെ പൈസ എത്ര വെച്ചാൽ തരാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഞമ്മക്ക് കുടിക്കാൻ വേറെ വെള്ളമാണ്, അയാൾക്ക് കുടിക്കാൻ വേറെ വെള്ളമാണ്. എങ്ങനെ മക്കൾ നേരാകുക? എങ്ങനെ നേരാകുക? ഭക്ഷണ സാധനം വിൽപ്പന നടത്തുന്നവർ അത് എന്ത് ഭക്ഷണമാണെങ്കിലും, റോഡ് സൈഡിലെ മുട്ടായി കച്ചവടമാണെങ്കിലും അതിൽ സംശുദ്ധത പാലിച്ചിട്ടില്ലെങ്കിൽ അത് മക്കളിൽ തിരിച്ചറിയും. ബുദ്ധിവൈകല്യം, ചിന്താവൈകല്യം, അംഗവൈകല്യം 3-1 മക്കളിൽ അനുഭവിക്കേണ്ടി വരും. ആ കാര്യം തീർച്ചയാണ്. 3-1 അനുഭവിക്കേണ്ടി വരും. ബുദ്ധിവൈകല്യം, ചിന്താവൈകല്യം, അംഗവൈകല്യം 3-1 അനുഭവിക്കേണ്ടി വരും. ഇതൊന്നും വെറുതെ പറയണ കാര്യമല്ല. ഇസ്ലാം ദീനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം ദീനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെറുതെ പറയണ കാര്യമല്ല. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കേണ്ടവനാണ് മുഅ്മിൻ. ജീവിക്കുകയും വേണം, മറ്റുള്ളവർക്കിടയിൽ അങ്ങനെ തന്നെ കാണിക്കുകയും വേണം. അതുകൊണ്ട് സാമ്പത്തിക ഇടപാട് വളരെ പ്രധാനമാണ്. ഇന്ന് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായി മാറുകയാണ്. മൂന്നാമതൊരു കാര്യമുണ്ട്. മുർത്തദ്ദാവുന്ന കാര്യങ്ങളിൽ ഇന്ന് ഗൗരവം കുറയുന്നു. മുർത്തദ്ദാവുന്ന കാര്യം, മുർത്തദ്ദ ഇസ്തിഹ്സാ, പരിഹാസം എന്നത് പലപ്പോഴും ഒരു യുദ്ധത്തിന്റെ കാരണമാണ്. ഒരാൾ നിസ്കരിച്ചില്ല എന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് നിസ്കാരത്തെ കളിയാക്കിയാൽ. നോൽമ്പ് നോൽക്കാതിരിക്കുക എന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ് നോമ്പിനെ കളിയാക്കിയാൽ. എന്ത് നിസ്കാരെന്ന്! നിസ്കാരത്തെ പരിഹസിക്കുക, നോമ്പിനെ പരിഹസിക്കുക, ഖുർആനിനെ പരിഹസിക്കുക, ഖുർആനോത്തിനെ പരിഹസിക്കുക. പരിഹാസം ഇന്നൊരു പ്രശ്നേ അല്ല. നമുക്ക് കളിയാക്കുക എന്നതൊരു പ്രശ്നം തന്നെ അല്ല. എല്ലാവരും കളിയാക്കും. വാപ്പാനെ വരെ കളിയാക്കും നമ്മൾ. ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു മൃഗങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നു. വലിയ ആളാവും ചെയ്തു. നമ്മളെന്തേ ചെറുതായത്? നമ്മൾ ചെറുതായതിൻ്റെ കാരണം എന്താ? ആദരവും ബഹുമാനവും. മൊയ്നലി തങ്ങൾ വളരെ പ്രധാനമായിട്ട് പറഞ്ഞൊരു കാര്യം അതാണ്. ബഹുമാനം നഷ്ടപ്പെട്ടാൽ ഒരു പൈസക്കും വില ഇല്ലാതാവും. ഒരു പൈസക്കും എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നതാണ്. ഞാൻ ഒരിക്കലും സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത്, പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ഈ ചങ്ങരംകുളത്തിൻ്റെ അടുത്ത് ഒരു പള്ളിയിൽ ജോലി ചെയ്യാണ്. അവിടെ കുറേ പ്രായമുള്ള 85 വയസ്സായ മുഹമ്മദ് മല്ലാക്ക എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. മരിച്ചുപോയി. അള്ളാഹുരുടെ ഖബർ സ്വർഗമായി കൊടുക്കട്ടെ. അവർക്ക് ഈ ആൾക്കാർ റമദാൻ മാസം ആയാലും ചായ കുടിക്കാൻ പൈസ തരും. ഞാനതിങ്ങനെ കട്ടിലുമ്പോൾ വെക്കും, ആവശ്യമാകുമ്പോൾ അവിടെ നിന്ന് എടുക്കും. ഒരു ദിവസം മല്ലാക്ക റൂമൊക്കെ കയറി വന്നപ്പോൾ എൻ്റെ കട്ടിലുമ്പോൾ കുറേ പൈസ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. മല്ലാക്ക എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഈ പൈസ ഇവിടെ വെക്കരുത്, അതെടുത്തിട്ട് തലേണയുടെ അടിക്ക് വെച്ചാൽ അത് അതിനോട് ചെയ്യുന്നൊരു ബഹുമാനമാണ്. കാരണം പഴയ കാലം മുതലേ പൈസ തലേണയുടെ ചോട്ട് വെക്കാറുണ്ട്. അലക്ഷ്യമായി ഇടരുത്. പണത്തെ ഇൻസൾട്ട് ചെയ്താൽ പണം നിങ്ങൾക്ക് ഉപകാരം ചെയ്യില്ല. എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കിയ ഉപദേശമായിരുന്നു അത്. ഏത് സാധനത്തെ ഇൻസൾട്ട് ചെയ്താലും ആ സാധനം നമുക്ക് ഉപകാരം ചെയ്യില്ല. എന്ത് സാധനമാണെങ്കിലും. ഭർത്താവ് എവിടേക്കെങ്കിലും യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഭാര്യ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കണം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാര്യ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ ഭർത്താവ് എഴുന്നേറ്റ് നിന്നിട്ട് തന്നെ സ്വീകരിക്കേണ്ടത്. കുട്ടികൾ പഠിച്ചാൻ പോയിട്ട് വരുമ്പോഴേ വാപ്പിമ്മി എഴുന്നേറ്റ് നിന്നിട്ട് തന്നെ സ്വീകരിക്കേണ്ടത്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കണില്ല. നിയമം എല്ലാവർക്കും ഒരേ മാതിരിയാണ്. ബഹുമാനം ഈ ദീനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു. നബി തങ്ങൾക്ക് ഇങ്ങനെ അവസാന കാലമായപ്പോൾ സുഖമില്ലാതായിട്ട് ഒരു 2-3 ദിവസം പള്ളിക്കൊക്കെ പോയില്ല.
അപ്പൊ ആയിഷ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ വാപ്പാടൊന്ന് ഇമാം വെക്കാൻ പറയാറുണ്ട്, സിദ്ദീഖിനോട് ഇമാമത്ത് വെക്കാൻ പറയാറുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, എൻ്റെ വാപ്പ ഇന്നഹു റഖീഖുൽ ഖൽബ്, ഹൃദയം ലോലമായ ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഇമാമത്ത് നിൽക്കാൻ പ്രയാസാവും, കയ്യൂലാറുണ്ട്. അവൻ നബി തങ്ങൾ പറഞ്ഞു, ആയിഷ സിദ്ദീഖിനോട് ഇമാം വെക്കാൻ പറയാറുണ്ട്. രണ്ടാം പ്രാവശ്യം പറഞ്ഞു. അപ്പോഴും ആയിഷ ബീവി പറഞ്ഞു, ഇന്നഹു റഖീഖുൽ ഖൽബ്, സിദ്ദീഖ് ഹൃദയം ലോലമായ ഒരു മനുഷ്യനാണ്, കയ്യൂലാറുണ്ട്. മൂന്നാം പ്രാവശ്യം പറഞ്ഞു, ആയിഷ സിദ്ദീഖിനോട് ഇമാം വെക്കാൻ പറയാറുണ്ട്. മൂന്നാം പ്രാവശ്യം ആയിഷ ബീവി പോയിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് ഇമാം വെക്കാൻ പറയുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമെന്ന് നിസ്കരിച്ചു. മൂന്നാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്പം രോഗം ഭേദമായി. അങ്ങനെ വീട്ടിൽ നിന്ന് ഒലൊക്കെ ഉണ്ടാക്കിയിട്ട് രണ്ട് സ്വഹാബികളുടെ ചുമലിൽ കൈയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പള്ളിക്കൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ പള്ളിൻ്റെ മുൻവശത്ത് കൂടി ഇങ്ങനെ വന്നു. നബി തങ്ങൾ ഇങ്ങനെ വരുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടേക്കിന് പിന്നിക്ക് ഇങ്ങനെ മാറി. ഒരു കാലം ഇങ്ങനെ പിന്നിക്ക് വെച്ചാണ്ട് പിന്നത്തെ സഫക്ക് ഇങ്ങനെ മാറി. നബി തങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് ഇശാറത്താക്കി, അവിടെ തന്നെ ഒന്നോ സിദ്ദീഖ്, അവിടെ തന്നെ ഒന്നോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും പിന്നാക്കം മാറി. രണ്ടാം പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടികളെ അവിടെ ഓടിയിട്ട് ആ വയറമൊക്കെ തട്ടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. മക്കളെ അവിടെ നിരുന്നാണ്, നിങ്ങൾ അവിടെ നിരുന്നാണ്. മോളെ അവിടെ കസാല പോയിരുന്ന മോളെ മോളോട് ഒന്ന് കസാലയിൽ ഇരിക്കാൻ പറയും. കസാലയിൽ ഏതെങ്കിലും ഒരു കസാലയിൽ ഇരിക്കട്ടോ. അള്ളാഹു നമ്മളൊക്കെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കട്ടെ. ഇവിടെ വന്ന എല്ലാ കുട്ടികളെയും അള്ളാഹു സ്വാലിഹ്യങ്ങളിൽ ചേർക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ രണ്ടാം പ്രാവശ്യം നബി തങ്ങൾ ഇങ്ങനെ ഇശാറത്താക്കി അവിടെ ഒന്നും പറഞ്ഞു, നിന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ബാക്കിലേക്ക് മൂന്നാം പ്രാവശ്യം അങ്ങനെ ആട്ടി. അവസാനം നബി തങ്ങൾ ബൈക്കും പോലെ വന്ന് മിഹ്റാബിൽ നിന്ന് ഇമാം നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അല്ല അബൂബക്കറേ, ഞാൻ അള്ളാൻ്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. ബലാ യാ റസൂലല്ലാഹ് ഷഹിദ്തു, അതേ നബിയെ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, ഞാനതിന് സാക്ഷിയാണ്, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അല്ല അബൂബക്കർ സിദ്ദീഖ്, ഞാൻ നിങ്ങളോട് 3 പ്രാവശ്യം ഇമാമത്ത് നിൽക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കണ്ടു നബിയെ. എൻ്റെ കൽപ്പനക്ക് നിങ്ങൾ 3 തവണ എതിര് പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ എൻ്റെ ഒരു കൽപ്പന നിങ്ങൾ അംഗീകരിക്കണം. 3 തവണ എൻ്റെ കൽപ്പനക്ക് നിങ്ങൾ എതിര് പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇങ്ങളെ മുമ്പിൽ ഇമാമത്ത് നിന്നങ്ങാണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ ഖുഹാഫ എന്നെൻ്റെ വാപ്പാക്ക് ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ പേരാണ് പാഠം 1 അദബുൻ എന്ന് പറഞ്ഞ സാധനം. ഇതാണ് പാഠം 1 അദബുൻ എന്ന് പറഞ്ഞ. നമ്മളെ കുട്ടികൾ അദബും ബുക്കാണ് പഠിക്കണ, അറിയില്ലേ? ഇതാണ് ആ സാധനം. ഹുക്മ അതിൻ്റെ മേലെ പോകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചിരിച്ചു കൊടുത്തു. എന്താ ചിരിൻ്റെ അർത്ഥം? അങ്ങനെ തന്നെ വേണ്ടത്, ഞാൻ എല്ലാവരും ഒന്ന് പഠിച്ചോട്ടെ ചോദിച്ചതാണ്, അതാണല്ലോ ചിരിയുടെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പുഞ്ചിരിച്ച് പാസ്സാക്കി, അതന്നെയാണ് ശരി. അവ്വൽ സഫ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പക്ഷെ വാപ്പ ഒന്നാമത്തെ സഫിൽ നിൽക്കണില്ലെങ്കിലാണത്. മഗ്‌രിബിന്റെ സുബഹിന്റെ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ചെല്ലാനൊക്കെ ഉണ്ട്. ഇരുന്നിട്ട് തന്നെയാണ് ചെല്ലേണ്ടത്. തൊട്ട് പുറത്ത് ഉസ്താദ് അല്ലെങ്കിലാണത്. അദബിന്റെ മേലെ ഒരു സാധനം പോവില്ല. അദബ് കുട്ടികളെ പഠിപ്പിക്കാൻ വാപ്പാർക്കും ഉമ്മാർക്കും പറ്റുമോ? നിങ്ങൾ വേറെ ഒന്നും പഠിപ്പിക്കണ്ട. അദബ് പഠിപ്പിക്കാൻ പറ്റുമോ? വേറൊന്നും പഠിപ്പിക്കണ്ട. അദബ് പഠിപ്പിക്കാൻ പറ്റൂലേ? വേറെ എന്ത് പഠിപ്പിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് അദബ് വളരെ പ്രധാനമാണ്, മര്യാദ വളരെ പ്രധാനമാണ്, ബഹുമാനം വളരെ പ്രധാനമാണ്. ആദരിക്കേണ്ടവരെ ആദരിക്കുക, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല വിഷയങ്ങളും നമുക്ക് തത്വങ്ങളായി അവശേഷിക്കുന്നു, പ്രയോഗത്തിൽ വരുന്നില്ല. ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ദേഷ്യപ്പെടേണ്ട ഒരു കാര്യം വന്നാൽ നമ്മൾ പിന്നെയും ദേഷ്യപ്പെടും. ഗൗരവം കുറഞ്ഞു വരുന്ന മറ്റൊരു തെറ്റാണ് ഗീബത്ത് പറയാന്ന് പറഞ്ഞത്. ഗീബത്ത് പറയാം. ഞാൻ ഗീബത്തൊന്നും പറയല്ലട്ടോന്നും പറഞ്ഞങ്ങാണ്ട് ഗീബത്താണ് പറയും. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഗീബത്ത് പറയല്ല എന്ന് പറയും. രണ്ടുകൊണ്ടും ആ പറഞ്ഞത് ഗീബത്തല്ലാതാവൂല. ആദ്യം പറഞ്ഞാലും ആവൂല, അവസാനം പറഞ്ഞാലും ആവൂല. ഗീബത്ത് പറഞ്ഞാൽ അത് ഗീബത്ത് തന്നെയാണ്.
തൻ്റെ സഹോദരനെ കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ പറയുന്ന കാര്യം അവനിൽ ഉള്ളതാണെങ്കിലോ നബിയേ, ഫഖദ് ഇഗ്തബ്തഹു, അപ്പോൾ നീ അവനെ ഗീബത്ത് പറഞ്ഞു. വഇല്ലാ ഫഖദ് കദബ്തഹു, അല്ല ഇല്ലാത്ത കാര്യമാണെങ്കിൽ ഇജ്ജ് പറഞ്ഞത് നുണയാണ്, ഉള്ളത് പറയണതിൻ്റെ പേര് തന്നെയാണ് ഗീബത്ത്. ഗീബത്ത് പറയാൻ വേണ്ടി മാത്രമായിട്ട് പത്രം വായിക്കുക, ഗീബത്ത് പറയാൻ മാത്രമായിട്ട് ചാനൽ നടത്തുക, ഗീബത്ത് പറയാൻ മാത്രമായിട്ട് രാവിലെ സുബഹിക്കാരം കഴിഞ്ഞേക്കിന് ചായ കുടിക്കാൻ പോവുക, ഗീബത്ത് പറയാൻ മാത്രമായിട്ട് ചായപ്പീടിക നടത്തുക, ഗീബത്ത് പറയാൻ മാത്രമായിട്ട് വെറുതെ മുടിയൊട്ടിനടുത്ത് പോയിരിക്കുക. ഇങ്ങനെ വേറെ പണിയൊന്നുമില്ല, ഗീബത്ത് പറയാൻ മാത്രം ജോലിയാക്കി എടുക്കുക. ഗീബത്ത് പറയൽ ഇന്ന് ഗൗരവം കുറഞ്ഞൊരു തെറ്റായി മാറിയിട്ടുണ്ട്. ആർക്കും ആരെ പറ്റിയും എന്തും പറയാമെന്നൊരവസ്ഥ. 4 സാക്ഷികൾ കണ്ടു നിൽക്കെ ഒരാൾ ചെയ്താൽ മാത്രം പുറത്തു പറയാൻ പറ്റുന്ന തെറ്റ് ഒറ്റ സാക്ഷിയുമില്ലാതെ കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയാൻ ഒരു മടിയുമില്ലാത്തവരാണ് നമ്മൾ. നമ്മളെ പേര് മൂമിനി, നമ്മളെ പേര് മൂമിൻ എന്നാണ്. പഴയകാലത്തെ ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഓല് പേര് മുഹമ്മദ് എന്നൊക്കെ ഇടുള്ളൂ, ആള് മുഹമ്മദ് ആണെങ്കിലും. ഇന്ന് പേര് നമ്മൾ മുഹമ്മദ് എന്നൊക്കെ ഇടും, ആള് മുഹമ്മദാണെന്ന് മാത്രം. അതാണ് വ്യത്യാസം. ഒക്കെ നമ്മളിങ്ങനെ തന്നെ ആള് മീദീനാണ്, പേര് മൊഹിയുദ്ദീൻ എന്നൊക്കെ ഉഷാറായിട്ടിട്ടുണ്ട് തന്നെ സംഗതി. അപ്പം അതുകൊണ്ട് പരിശുദ്ധമായ ദീൻ എല്ലാ വിഷയത്തിലും അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. റിദ്ദത്ത് ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഗീബത്ത് പറയൽ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, കോലം കെട്ടലാണ് പിന്നെ ഗൗരവം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രശ്നം. കോലം കെട്ടുക, കോലം കെട്ടുക പറഞ്ഞാൽ എന്താ? കോലം കെട്ടുക എന്ന് പറഞ്ഞാൽ ആണ് പെണ്ണിൻ്റെ കോലം കെട്ടുക, പെണ്ണ് ആണിൻ്റെ കോലം കെട്ടുക, മുസ്ലിമായ മനുഷ്യൻ ജൂതന്മാരുടെ കോലം കെട്ടുക, മുസ്ലിമായ മനുഷ്യന്മാർ ക്രിസ്ത്യാനികളെ കോലം കെട്ടുക. മുസ്ലിമിന് അവൻ്റെ കോലവും രൂപമൊക്കെ ഉണ്ട്, അതേ പറ്റുള്ളൂ. അപ്പം ഞാൻ നല്ല ടൈറ്റുള്ളൊരു ജീൻസ് പാൻറ്റും ഒരു ടീഷർട്ടൊക്കെ ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് കൊണ്ടോട്ടി അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നു നോട്ടിക്കോളി. അടുത്ത വെള്ളിയാഴ്ച കുത്തുബോധ, നാളെ കുത്തുബോധ തന്നെ പറ്റുമോ? നിങ്ങളെല്ലാവരും പറയും പറ്റൂല. എന്തേ? പാൻ്റ് ഇടൽ ഹറാമായതുകൊണ്ടാ? ടീഷർട്ട് ഇട്ടാൽ എന്തെങ്കിലും ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു കൊണ്ടോണ്ടാ? അല്ല, അതിൻ്റെ മാന്യതയോട് യോജിക്കില്ല. ഓരോ മനുഷ്യന്മാർക്കും ഓരോ മാന്യത ഉണ്ട്, അത് വിട്ട് കളിച്ചാൽ ഓരോ ഒന്നിനും പറ്റാത്തവനാവും. അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ മാന്യതയെ പാലിക്കാൻ എപ്പോഴും തയ്യാറായിരിക്കണം. ഇതിനെതിരെ പ്രവർത്തിക്കുന്നതിനാണ് കോലം കെട്ടുക എന്ന് പറയുന്നത്. ഇതിനെതിരെ പ്രവർത്തിക്കുന്നതാണ് കോലം കെട്ടുക എന്ന് പറയുന്നത്. ആണുങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്നു, പെണ്ണുങ്ങൾ കാണിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആണുങ്ങൾക്ക് കാണലാണ് ഇഷ്ടം, പെണ്ണുങ്ങൾക്ക് കാണിക്കലാണ് ഇഷ്ടം. ഒരാൾ ആണാണോ അവന് പെണ്ണുങ്ങളെ കണ്ടാൽ നോക്കാൻ തോന്നും. അപ്പോൾ പിന്നെ എന്ത് വേണം? പെണ്ണുങ്ങൾ മറിഞ്ഞിരിക്കണം. ആണ് കാണാൻ ഇഷ്ടപ്പെടുന്നു, പെണ്ണ് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നു. കാണണില്ല എന്ന് തോന്നിയാൽ പർദ്ദയാണെങ്കിൽ പോലും ഷെയ്പ്പാക്കും. മരിച്ചോടത്ത് പോകുമ്പോഴാണെങ്കിലും ശരി, മുന്നൊന്ന് കണ്ടില്ലെങ്കിൽ പിന്നെന്തെങ്കിലും ഒരു നോട്ടം കിട്ടുന്ന രൂപത്തിലെങ്കിലും ആക്കും. വ്യഭിചാരം ഗൗരവം നഷ്ടപ്പെടുന്നു, കോലം കെട്ടൽ ഗൗരവം നഷ്ടപ്പെടുന്നു, റിദ്ദത്ത് മുർത്തദ്ദാവുന്ന കാര്യങ്ങൾ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഗീബത്ത് പറയൽ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, സാമ്പത്തിക ഇടപാടിലെ സൂക്ഷ്മത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഇല്ലാതെ ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടൊരു കാര്യമില്ല. നമ്മളെല്ലാവരും വിചാരിച്ചാൽ നന്നാക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ നമ്മളെ ഭാഗമെങ്കിലും നമുക്ക് നന്നാക്കാലോ. നമ്മൾ വാസ്തവത്തിൽ ഈ സ്വത്തും മുതലൊക്കെ ഉണ്ടാക്കുന്നത് കുട്ടികൾ ഉപകാരപ്പെടണം എന്ന് കരുതിയിട്ടാണല്ലോ. എന്നാൽ മക്കൾ ഉപകാരം ചെയ്യണമെങ്കിൽ ഹലാലും തൊയ്യുമായ ഭക്ഷണം കൊടുത്തെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു വരുമാനം ഉണ്ടായില്ല ഒരാൾക്ക്, കണ്ണൻ ചേർത്തെടുത്തുങ്ങാണ്ട് അങ്ങാടി കൂടെ അങ്ങനെ തെണ്ടിയിട്ട് ഓരോ ഉറുപ്പ്യ വാങ്ങിയിട്ട് എന്നാലേ ഹലാലായ ഭക്ഷണത്തിന് വക കിട്ടിയതുള്ളൂ എങ്കിൽ അതാണ് ആളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതിനേക്കാൾ കുട്ടികൾ നന്നാവാൻ ഏറ്റവും നല്ലത്. ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തിട്ട് ഓല നന്നാക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് കണ്ണൻ ചേർത്തെടുത്തിട്ട് കൊണ്ടോട്ടി അങ്ങാടി കൂടെ തെണ്ടിയിട്ട് ഓരോ ഉറുപ്പ്യ വാങ്ങാം. ഓരോ ഉറുപ്പ്യ വാങ്ങിയിട്ട് ഹലാലായ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് മക്കൾക്ക് തിന്നാൻ കൊടുത്താൽ അവർ നന്നായിരിക്കും. അധ്വാനിച്ചുണ്ടാക്കുന്ന മുഴുവൻ നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ്.
അവർ നമുക്ക് നാളെ എതിര് പറയുന്ന ഒരു രംഗമുണ്ട്. ആ രംഗത്തെക്കുറിച്ചാണ് ശരിയായ വിധത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്. മക്കൾ നഷ്ടപ്പെട്ടാൽ പിന്നെ എല്ലാം പോയല്ലോ. ഉള്ള അധ്വാനവും ഉള്ള ശ്രമവും എല്ലാം മക്കൾ സ്വാലിഹാവാൻ വേണ്ടിയിട്ടാണ്. ഇന്നിപ്പോൾ കുട്ടികളൊന്നും നടന്നു പോകണില്ല, എല്ലാവരും ചാടിയിട്ടത്ര പോണേ. നടത്തും പോക്കൊക്കെ ഒഴിവാക്കി ഒക്കെ ചാടുകയാണ്, തവളച്ചാട്ടാണ് എല്ലാവരും. ഈ ചാടിപ്പോകുക തട്ടിക്കൊണ്ടുപോകുക എന്നൊന്നും പറഞ്ഞു കൊടുത്ത് ചാട്ടുമില്ല തട്ടലും ഇല്ല കേട്ടോ, രണ്ടുമില്ല. ഈ പറഞ്ഞ രണ്ടുമില്ല. ചാടിപ്പോവുക എന്ന് പറഞ്ഞാൽ ചാടണമില്ല, തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ തട്ടണമില്ല. അതിങ്ങനെ പുറത്ത് വന്നൊന്നിങ്ങനെ തട്ടും, അപ്പം ഇങ്ങനെയാണ് പോകും. മറ്റേത് പിന്നെ ആരും അറിയാതെ പോവുക, അപ്പം അതിനൊരു ചാട്ടം എന്നൊരു പേരാണ് ഇട്ടു. സംഗതി ഇതിൽ ചാട്ടുമില്ല, മറ്റേതിൽ തട്ടുമില്ല. പിന്നെ എന്താ ഉള്ളത്? ഉള്ള ചില കാര്യങ്ങളുണ്ട് അതിൽ. എന്തിനാ ഇക്കാലപ്പോൾ ഒരു കുട്ടി ചാടി പോണത്? വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് കിട്ടാനാണല്ലോ ചാടണത്. രക്ഷിതാക്കളാണ് കൂടുതലും. വീട്ടിൽ നിന്ന് കിട്ടാത്ത എന്തോ ഒന്ന് കിട്ടാനാണ് ചാടുന്നത്. ഞാനൊരു കാര്യങ്ങളോട് പറയാം, ഇത് സത്യമാണ്. ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ കൂടെ പോകുന്നുവെങ്കിൽ ആ ആൺകുട്ടിക്ക് ഉമ്മയുടെ സാന്നിധ്യം കുറവായതാണ് അതിൻ്റെ കാരണം. നിങ്ങൾ എന്നോട് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ ചാടിപ്പോവുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് വാപ്പാന്റെ സാന്നിധ്യം കിട്ടേണ്ടതുപോലെ കിട്ടാത്തതാണ് അതിൻ്റെ കാരണം. ഭാര്യ പ്രസവിച്ചു എന്നാണ് കേട്ടാൽ ഭർത്താവാണ്ട് ഓടിച്ചെല്ലണം. ഓള് പെറ്റടക്കണതിൻ്റെ തൊട്ടടുത്ത് ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അയിമണ്ടി ഇരിക്കണം. ഒരു ടർക്കി എടുത്തുങ്ങാണ്ട് മടിയിലാണ് വിരിക്കണം. കുട്ടീനെടുത്തുങ്ങാണ്ട് അയക്കാണ്ട് വെക്കണം. രണ്ട് കയ്യും ഇങ്ങനെ തലോടി കൊടുക്കണം. വാപ്പയാവാൻ തയ്യാറുണ്ടോ? ചെയ്തു കൊടുക്കണം. അതിലൂടെ കുട്ടിക്ക് കിട്ടുന്നൊരു ഗുണമുണ്ട്. ആ ഗുണത്തിനാണ് റിജാലിയത്ത് എന്ന് പറയുന്നത്, പൗരുഷം എന്ന് പറയുന്നത്. ആൺകുട്ടിക്കും കിട്ടണം പൗരുഷം, പെൺകുട്ടിക്കും കിട്ടണം. പെൺകുട്ടിക്ക് പൗരുഷമുണ്ടെങ്കിൽ മിനി ബസ്സിൽ ബാക്കിൽ നിന്നങ്ങാണ്ട് തോണ്ടുമ്പോൾ മുട്ടുസൂചി എടുത്താണ്ട് കുത്താൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചിരിച്ചിങ്ങനെ നിന്ന് കൊടുക്കും. വാപ്പാൻ്റെ ഇരുന്ന് കിട്ടേണ്ടതാണ് പൗരുഷം. വാപ്പാൻ്റെ പെരുമാറ്റത്തിൽ നിന്ന്, വാപ്പാൻ്റെ സാന്നിധ്യത്തിൽ നിന്ന്, വാപ്പാൻ്റെ ഹഗ്ഗിങ്ങിൽ നിന്ന് കിട്ടേണ്ടതാണ്. ഇല്ലെങ്കിൽ തങ്ങളവാപ്പ പറഞ്ഞ മാതിരി 20,000, 10,000, 50,000 കൊടുത്തിട്ട് കൗൺസിലിങ്ങിന് പോകേണ്ടി വരും. വാപ്പൻ്റെ ഒരു കൗൺസിലറായാൽ മതി, പോകേണ്ട ആവശ്യം വരില്ല. വാപ്പാൻ്റെ സാന്നിധ്യം, പുരുഷന് സ്ത്രീയുടെ സാന്നിധ്യം ആവശ്യമാണ്, സ്ത്രീക്ക് പുരുഷന്റെ സാന്നിധ്യം ആവശ്യമാണ്. അത് കുട്ടികൾക്ക് കിട്ടേണ്ടത് ആൺകുട്ടികൾക്ക് ഉമ്മാൻ്റെ അടുത്തു നിന്നാണ്, പെൺകുട്ടികൾക്ക് വാപ്പാൻ്റെ അടുത്തു നിന്നാണ്. ഇത് രണ്ടും വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നിടത്തൊപ്പം പോവും, കിട്ടുന്നതിനൊപ്പം പോവും. ഇത് വാപ്പാനോടൊരു കാര്യം പറയാൻ പറ്റില്ല, മൂപ്പര് ഹർത്താലിൻ്റെ ഒന്നുകൂടിയും പെരയിലുണ്ടാവില്ല. അല്ലാഹു തആല കേരളക്കാർക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണല്ലോ ഇടത്തിടക്കുണ്ടാവുന്ന ചെറിയ ചെറിയ ഹർത്താലുകൾ. നല്ലതാണ്. 2 ദിവസം അടുപ്പിച്ചൊന്നുമില്ല ഞാൻ മതി. ഓരോ ദിവസം ഇടയ്ക്കൊക്കെ ആണെങ്കിൽ ഇനി ഒരു 15 ദിവസം കൂടുമ്പോഴാണെങ്കിലും വലിയൊരു കുഴപ്പമില്ല. കച്ചവടക്കാർക്ക് വലിയ നഷ്ടമൊക്കെ ഉണ്ടാവും, നമ്മളെ സംബന്ധിച്ച് വലിയ നഷ്ടമൊന്നുമില്ല. ഒരു ദിവസം പെരയിലിരിക്കുക, ചെറിയ നഷ്ടമൊക്കെ ഉണ്ടാവുന്നുള്ളൂ, എന്നാലും ആശ്വാസമാണ്. നല്ലൊരു നാടൻ കോയിനെ അറുത്തുങ്ങാണ്ട് ഒരു നെയ്ച്ചോറൊക്കെ വെച്ചുങ്ങാണ്ട് ഒരു കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികളപ്പൊക്കെ ഒന്ന് ചോറ് കഴിക്കുക. പക്ഷെ അതും ചെയ്യൂലെങ്കിലോ, ഹർത്താലിൻ്റെ അന്നും കൂടിയും കുട്ടികളൊപ്പം ഒന്നും ചോറ് കഴിക്കൂല, കുട്ടികളുടെ ഒരു വർത്താനം പറയില്ല, എന്നാൽ പിന്നെ ചാടും ഉറപ്പന്നെ. ആൺകുട്ടികൾക്ക്, ഞാനീ പറഞ്ഞത് നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണേ, ആൺകുട്ടികൾക്ക് ഉമ്മയുടെ സാന്നിധ്യം, പെൺകുട്ടികൾക്ക് വാപ്പാൻ്റെ സാന്നിധ്യം, ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഉമ്മ കിടത്തുറക്കിയാൽ ഉറക്കത്തിൽ പേടിച്ചുണരുന്ന ഒരു കുട്ടി വാപ്പ ഉറക്കിയാൽ ഉണരൂല. ഇന്ന് പോയിട്ട് പരീക്ഷയ്ക്കോളി. ഉമ്മ കിടത്തുറക്കിയാൽ ഉറക്കത്തിൽ പേടിച്ച് നിലവിളിക്കുന്ന കുട്ടിയെ വാപ്പ കിടത്തുറക്കിയാൽ ആ കുട്ടി കരയില്ല, ഉണരില്ല, പേടിക്കില്ല. എന്തേ കാര്യം? വാപ്പാൻ്റെ അടുത്ത് കിട്ടേണ്ട ചില കാര്യങ്ങളുണ്ട്. പൗരുഷം എന്നത് വാപ്പാൻ്റെ അടുത്ത് നിന്നാണ്, സ്ത്രൈണത എന്നത് ഉമ്മാൻ്റെ അടുത്ത് കിട്ടേണ്ടതാണ്. രണ്ടും ആവശ്യമുള്ളതാണ്, രണ്ടും കൊടുക്കാൻ തയ്യാറാവണം. അയൽപക്കത്തെ കുട്ടിയോടുള്ള പെരുമാറ്റം പോലും ചിലപ്പോഴൊക്കെ നമ്മളെ കുട്ടിയോട് നടത്തൂല. അയൽപക്കത്തെ കുട്ടിയോട് നമ്മൾ ചിലപ്പോൾ നല്ലവർക്ക് പെരുമാറും, ആ ഒരു പെരുമാറ്റം പോലും നമ്മളെ കുട്ടിയോടില്ല. അയൽപക്കത്തു നിന്നൊരു കുട്ടി നമ്മളെ പേരേക്ക് വന്നു, ജ്യൂസ് കുടിക്കുമ്പോൾ ഗ്ലാസ് വീണുങ്ങാണ്ട് പൊട്ടി. നമ്മളെന്താ പറയുക? സാരല്ല, കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, ക്ലാസ് അല്ലേ പൊട്ടിയത്, 20 ഉറുപ്പ്യല്ലേ ഉള്ളൂ, ഇവിടെ ഇഷ്ടംപോലെ ക്ലാസ് ഉണ്ട്, ഒന്നും സാരല്ല അറിയാം. ആ ക്ലാസ് വീണത് നമ്മളെ കുട്ടിയുടെ കജിന്നാണെങ്കിൽ സ്വഭാവമാണ് മാറും. അപ്പം 20 ഉറുപ്പ്യ ഉള്ളത് 80 ഉറുപ്പ്യാവും.
അയൽപക്കത്തെ കുട്ടിയോടുള്ള സമീപനം നമ്മളെ കുട്ടിനോട് നമുക്ക് ചെയ്യാൻ പറ്റണില്ല. എന്നിട്ട് പിന്നെ ചാടി പോവുകയാണ്, നടന്നു പോവുകയാണ്, കാണാതെ പോവുകയാണ്, ഒളിച്ചോടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് ചെയ്യാൻ പറ്റണ്ടേ? വാപ്പ ചെയ്യേണ്ടത് ഈ വാപ്പിയമ്മ ആകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. വാപ്പയും ഉമ്മയുമായി തുടരുക എന്ന് പറഞ്ഞാൽ കുറച്ച് മേത്ത് വരുത്തുന്ന പരിപാടിയാണ്. വാപ്പിയമ്മ ആകാൻ എളുപ്പമുണ്ട്. ഒരു ലോഡ് കോഴി ഇറക്കുക, കഴുത്തുകൂടെ കോര വരടുക, നന്നായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുക, നാട്ടുകാരോടൊക്കെ പറയുക പുതിയാപ്പളയും പുതിയണ്ണും വാപ്പിയമ്മ ആകുക. ഒരു ചിക്കൻ ബിരിയാണിയുടെ ചിലവാണുള്ളത് അതിന്. വാപ്പിയമ്മയായിട്ടാണ്ട് തുടരണം കുറച്ചു കാലം, അതിന് ശേഷം പണിയാ. ബഹുമാനപ്പെട്ട സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീവിയുടെ അസീസ് രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. സുലൈഖ തൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി യൂസുഫിനോട് പറഞ്ഞു. യൂസുഫിനെ തൻ്റെ പ്രൈവറ്റ് റൂമിലേക്ക് കൊണ്ടുപോയി. യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ വാപ്പയെ ഓർത്തു, സയ്യിദുന യാക്കൂബ് അലൈഹിസ്സലാമിനെ ഓർത്തു. ഈ ആവശ്യ നേരത്ത് വാപ്പാനെ ഓർമ്മ വരിക എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങാടി കൂടി ഇങ്ങനെ പോകുമ്പോൾ സിനിമ പോസ്റ്റർ ഇങ്ങനെ കണ്ടാൽ നോക്കാൻ കഴിയാതിരിക്കണമെങ്കിൽ വാപ്പ കൂടെ ഉണ്ടായിരിക്കണം. എത്ര സ്ട്രോങ് ഉള്ള വാപ്പയായിട്ടും കാര്യമില്ല. ഗൾഫിലാണെങ്കിൽ മനസ്സിലാണ് ഞാനീ പറഞ്ഞത് കേട്ടോ, ശരീരത്തിലല്ല. ശരീരം കൊണ്ട് അവിടെ ആണെങ്കിലും കുഴപ്പമില്ല. വാപ്പാൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ചില മെസ്സേജുകൾ, ചില സന്ദേശങ്ങളുണ്ട്. അത് ശരിയായ രൂപത്തിൽ കിട്ടിയിരിക്കണം. അതിന് വാപ്പാക്ക് വാപ്പയാവാനുള്ള യോഗ്യതയുണ്ടോ, ഉമ്മാക്ക് ഉമ്മയാവാനുള്ള യോഗ്യതയുണ്ടോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ട കാര്യം. നമ്മുടെ യോഗ്യത നമുക്കുണ്ടെങ്കിൽ, വാപ്പാൻ്റെ യോഗ്യത വാപ്പാക്കും ഉമ്മാൻ്റെ യോഗ്യത ഉമ്മാക്കും ഉണ്ടെങ്കിൽ കുട്ടികളുടെ യോഗ്യത അവർ നേടിയിരിക്കും എന്നതാണ്. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കാൻ തയ്യാറാവണം. ഹലാലും തൊയ്യുമായ ഭക്ഷണം മാത്രം കഴിക്കുകയും മക്കൾക്കത് മാത്രം ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കാതെ പോയ ഒരു കാര്യമില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ഉൾക്കൊള്ളണം. മുസ്ലിങ്ങളാണ്, ഇസ്ലാമിൻ്റെ ആളുകളാണ് നമ്മൾ എന്നതിൽ അഭിമാനം കൊള്ളണം. അത് വലിയൊരു അഭിമാനമുള്ള കാര്യമാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി കഴിയണം. കുടുംബജീവിതത്തിലേക്ക് ഞാൻ കടക്കണില്ല. കുടുംബജീവിതം പ്രധാനമായും 2 കാര്യങ്ങളാണ് കുടുംബജീവിതം വിജയിക്കാൻ വേണ്ടി വേണ്ടത്. ഒന്ന് ആണുങ്ങളെ വർത്താനം, 2 പെണ്ണുങ്ങളെ ഭക്ഷണം. മനസ്സിലായില്ല. കുടുംബജീവിതം വിജയിക്കാൻ 2 കാര്യമാണ് വേണ്ടത്. ഒന്ന് ആണുങ്ങളുടെ വർത്താനം ക്ലിയർ ആകുക, 2 പെണ്ണുങ്ങളുടെ ഭക്ഷണം ക്ലിയർ ആകുക. ഒരു വാക്ക് ഞാൻ പറയുന്നുണ്ട്, നല്ല നാടൻ പൊന്നാനിമത്തി കിട്ടിയാൽ നെല്ലിക്ക ചതച്ചിട്ടുങ്ങാണ്ട് മുളക് കറി വെക്കാൻ കഴിയാതെ പെൺകുട്ടികൾ ഡോക്ടറും എൻജിനീയറുമായിട്ട് കുടുംബജീവിതത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായം പറയാൻ വന്നവനാണ്, നിങ്ങളെ അഭിപ്രായം പറയാൻ വന്നവനല്ല. എൻ്റെ വണ്ടിയിലാണ് ഞാൻ എൻ്റെ ഡ്രൈവറേയും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ വണ്ടി സ്റ്റാർട്ടാക്കി പോവുകയും ചെയ്യും. എൻജിനീയർ ആകണേന് ഞാൻ എതിരല്ല, ഡോക്ടർ ആവണേന് ഞാൻ എതിരല്ല, ജില്ലാ കളക്ടർ ആണേന് ഞാൻ എതിരല്ല, ട്രാവൽസിൽ ഇരിക്കണേന് എതിരല്ല, അക്കൗണ്ടൻ്റ് ആണേന് എതിരല്ല, CAക്ക് പോണേന് എതിരല്ല. ഒന്നിനും ഞാൻ എതിരല്ല. കുടുംബജീവിതം നന്നാവണോ, മീൻകറി വെക്കാൻ കഴിയണം, കോളിഫ്ലവർ ഉണ്ടാക്കാനും കഴിയണം. ഭക്ഷണം കുടുംബജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഭക്ഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആണുങ്ങളെ വർത്താനം, പെണ്ണുങ്ങളെ ഭക്ഷണം, 2 ക്ലിയർ ആണോ, കുടുംബജീവിതം ഉഷാറായി. ആണുങ്ങളുടെ വർത്താനം, എന്താ വർത്താനം? ഈ ആണുങ്ങളുടെ മനസ്സും പെണ്ണുങ്ങളുടെ മനസ്സും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആണുങ്ങളുടെ മനസ്സ് എന്ന് പറഞ്ഞത് ശേഖരണ മനസ്സാണ്. ശേഖരണ മനസ്സ് പറഞ്ഞാൽ ഉണ്ടാക്കുക, പൈസ ഉണ്ടാക്കുക. ഇതാണ് ആണുങ്ങൾ. പെണ്ണുങ്ങളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ നിർമ്മാണ മനസ്സാണ്. ചോറുണ്ടാക്കുക, കൂട്ടാണ്ടാക്കുക, മീൻ കൂട്ടാണ്ടാക്കുക, ചമ്മന്തി ഉണ്ടാക്കുക, മുരിങ്ങ കാഴ്ച, തുണിങ്കുപ്പായം തിരുമ്പുക, സ്ഥിരിടുക, അടിച്ചു വരിക, തുടക്കുക, വൃത്തിയാക്കുക. അതാണ് നിർമ്മാണ മനസ്സ്. ആണുങ്ങളുടെ ശേഖരണം, പെണ്ണുങ്ങളുടെ നിർമ്മാണം. ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ശേഖരണത്തിലാണ്, പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണത്തിലാണ്. ഒരാണിനോടൊരു പെണ്ണ് നിങ്ങൾ എന്തൊരു മനുഷ്യന് 5 പൈസക്ക് ഗതിയില്ലാതെ എന്ന് പറഞ്ഞാൽ ഓനാകെ തളർന്നു. പിന്നെ ഓന് പ്രഷർ അടിച്ചു കയറിയതിൻ്റെ കാരണം വേറെ അന്വേഷിക്കൊന്നും വേണ്ട. അതുതന്നെയാണ് കാരണം. ആണുങ്ങളുടെ പോക്കറ്റിനെ ആക്ഷേപിക്കാൻ പാടില്ല, അത് നോക്കാനും പാടില്ല, ആക്ഷേപിക്കാനും പാടില്ല. 500 ഉറുപ്പ്യൊക്കെ ഇറക്കെടുത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ അവസാനമാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല.
അല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എടുത്ത് വെച്ചാൽ മതി. എന്നാലേ വല്ല സ്വർണത്തിന് എന്തെങ്കിലും മൂതലോ എന്തെങ്കിലും കമ്മലൊക്കെ വാങ്ങാൻ സംഗതി ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ സാധനം ബാക്കി ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടയ്ക്ക് എടുക്കിട്ടോ എന്ന് മൊത്തത്തിൽ സമ്മതാക്കിയാൽ മതി. ഞാൻ എന്തെങ്കിലുമൊക്കെ എടുക്കിട്ടോ എന്ന് പറഞ്ഞാണ്ട് സമ്മതാക്കി ചെയ്യാണ്ട്. എന്തായാലും ആണുങ്ങളുടെ പോക്കറ്റിനെ ഇൻസൾട്ട് ചെയ്യരുത്. നിങ്ങൾ എന്തായാലും മനസ്സിലാ, നമുക്കത് മതിയല്ലോ, ഉള്ളതുകൊണ്ട് കഴിഞ്ഞുകൂടാലോ, അല്ലെങ്കിൽ നമുക്ക് എന്തിൻ്റെ കുറവാ എന്ന് ചോദിക്കാൻ പറ്റുമോ? ആണുങ്ങൾ സന്തോഷമായിരിക്കും. കാരണം അവരുടെ മനസ്സ് ശേഖരണ മനസ്സാണ്, പണവുമായി ബന്ധപ്പെട്ട മനസ്സാണ്. എന്നാലൊരു പെണ്ണിനോട് അല്ലെങ്കിൽ എന്ത് മനസ്സെത്തി എൻ്റെ അടുത്ത് 5 പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് ഇവിടെ എന്നും മീൻ കൂട്ടാനിൽ ഇപ്പം തന്നെയാണ് പണി എന്ന് പറഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. ഒരു തമാശ പറയലുണ്ട്, സംഗതി ഇല്ലാത്താണ് ഒരു തമാശ. ഒരു ദിവസം ഒരു പെണ്ണ് പറഞ്ഞത്രേ പുതിയാപ്പണ്ണോട്, ഇന്ന് നിങ്ങളിവിടെ പെരയത്തെ പണിയൊക്കെ എടുത്തോളി, ഞാൻ ഇന്ന് ഓഫീസിൽ പോയിക്കോളാം, ഇന്ന് ഞാൻ ജോലിക്ക് പോയിക്കോളാം, നിങ്ങൾ തമാശ കേട്ടോ, നിങ്ങൾ പെരയത്തെ പണിയൊക്കെ എടുത്തോളി പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ഓൾ രാവിലെ തന്നെ ഒരുങ്ങി ഓഫീസിൽ പോയി. മൂപ്പരിങ്ങനെ 3 മണിയായി പെണ്ണുങ്ങളിങ്ങനെ വരികയാണ്. അപ്പോൾ ആ വരാൻ നേരത്ത് ദേശം ഒരു കലത്തിൽ വെള്ളം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് തീയത്തിച്ചിട്ട് മൂപ്പരിങ്ങനെ തിരഞ്ഞു കിടക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ പെണ്ണുങ്ങൾ വന്നപ്പോൾ എന്താ മനുഷ്യങ്ങൾ തിരയണേന്ന് ചോദിച്ചപ്പോൾ, ഞാനേ ഈ അരി ചേർന്ന സമയത്ത് ഇജിങ്ങനെ കൊട്ടണ ഒരു കോലില്ലേ, ഞാൻ ആ കോല് തിരഞ്ഞെടുക്കണം. അപ്പോൾ മൂപ്പർ ഇത്രയും കാലമായിട്ട് ഈ കൊട്ട് കേട്ടിട്ടേ ഉള്ളൂ, ഇത് എങ്ങനെയാണ് എന്നുള്ളത്. മൂപ്പർ ഈ കൊട്ടണ കോല് തിരഞ്ഞെടുക്കുകയാണ്. ഇത് അരി ചേർന്നെങ്കിൽ എന്നിട്ട് ഇത് ഇട്ടിട്ടുമാണ്. തമാശയാണെങ്കിൽ അതിലൊരു കാര്യമുണ്ട്. ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണ് 3 ദിവസം വെച്ചുകൊണ്ട് ചെയ്താൽ നടക്കൂല. ഒരു പെണ്ണ് ഒരു ദിവസം വീട്ടിൽ ചെയ്തു തീർക്കുന്ന പണി ഒരാണ് 3 ദിവസം വെച്ച് ചെയ്താൽ നടക്കൂല. എന്നിട്ട് നമ്മളിങ്ങനെ പിന്നെ പോയി വന്നുകാണ്ട് വല്യർത്തനം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ പെണ്ണുങ്ങളെ നിർമ്മാണ വിഷയത്തിൽ അഭിനന്ദിക്കണം, ആണുങ്ങളെ ശേഖരണ വിഷയത്തിൽ. ഇവർക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് സ്ത്രീകളുടെ മനസ്സ് പ്രിപ്പയർഡ് മൈൻഡ്, മറ്റേത് ഡെപ്പോസിറ്റ് മൈൻഡ് സ്ത്രീകളുടേത്. അപ്പോൾ ഈ 2 കാര്യങ്ങളും മനസ്സിലാക്കുക. ഈ 2 കാര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള വർത്തമാനം പറയണം, അതിലപ്പുറം പറയരുത്. അതിലപ്പുറം പറഞ്ഞാൽ പ്രശ്നം. ആണുങ്ങളുടെ മനസ്സും പെണ്ണുങ്ങളുടെ മനസ്സും പലതിലും വ്യത്യാസപ്പെടുന്നുണ്ട്. വീട്ടിലൊരുപാട് കാര്യങ്ങളുണ്ടാകും. പുതിയാപ്പിള വരുമ്പോൾ പറയണമെന്ന് കരുതിയിട്ട് നിൽക്കുകയിക്കാരം. എളാപ്പാൻ്റെ മകളെ പേരക്കുട്ടി മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് അത് വലിയൊരു സംഭവിക്കാരം. നമ്മളിപ്പോൾ ബൈക്ക് മറിയണതും ആക്സിഡൻ്റ് ആകുന്നതും മരിക്കണമൊക്കെ നടുറോട്ടിൽ ഒരുപാട് കണ്ടതുകൊണ്ട് എളാപ്പാൻ്റെ മകളെ പേരക്കുട്ടി മരിച്ചോന്നും അത്ര വലിയ പ്രശ്നമാവില്ല. പക്ഷെ നമ്മൾ ചെല്ലുമ്പോൾ ഇത് പറയാൻ വേണ്ടി കാത്തു കേൾക്കാരം. പിന്നെ നമ്മളെ എളാപ്പാൻ്റെ മകളെ പേരക്കുട്ടി മരിച്ചു പറയുമ്പോൾ മെയിൻ്റെ തന്നെ എന്നിട്ടോ എന്ന് ചോദിച്ചാൽ മതി. ഒരൊറ്റ വാക്കിൻ്റെ ചിലവുള്ളൂ, അത് ചോദിക്കൂല. ആണുങ്ങളെ വർത്തമാനം ക്ലിയറാണോ, പെണ്ണുങ്ങളെ ഭക്ഷണം ക്ലിയറാണോ, കുടുംബജീവിതം ഉഷാറായി. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ, ഞാനൊരു ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. സൂറത്തുർ റൂമിൻ്റെ 24-ാമത്തെ ആയത്ത്. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة. നിങ്ങൾ സുന്ദരമായ കുടുംബജീവിതം നയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി അള്ളാഹു നിങ്ങളിൽ 2 ഗുണങ്ങളെ വെച്ചിരിക്കുന്നു. ഒന്ന് മവദ്ദത്ത്, ഒന്ന് റഹ്മത്ത്. മവദ്ദത്തിൻ്റെ പ്രകടനമാണ് സംസാരം, റഹ്മത്തിൻ്റെ പ്രകടനമാണ് ഭക്ഷണം. ഒന്ന് ആണിൽ നിന്ന് പുരുഷന് കിട്ടേണ്ടതാണ്, 2 പെണ്ണിൽ നിന്ന് സ്ത്രീക്ക് അങ്ങോട്ട് കിട്ടേണ്ടതാണ്. ഈ കൗൺസിലർമാരോടൊക്കെ നമ്മൾ ചോദിച്ചാൽ അറിയാം. ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ കൗൺസിലിങ്ങിന് വരുന്ന സമയത്ത് ഭർത്താവിനോട് ഭാര്യയിൽ നിന്ന് നിങ്ങൾക്ക് 23 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രംഗം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും പറയുന്നത് എന്തെങ്കിലും ഒരു സമയത്ത് ചായ ഉണ്ടാക്കി കൊടുത്തതോ, കാപ്പി ഉണ്ടാക്കി കൊടുത്തതോ, ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുത്തതോ, ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതോ, ചോറ് വാരി കൊടുത്തതോ ആയിരിക്കും. പെണ്ണുങ്ങളോട് നേരെ തിരിച്ചു ചോദിച്ചാൽ ആണിൽ നിന്നുണ്ടായ ഏറ്റവും സുന്ദരമായ അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവാറും എന്തെങ്കിലും ഒരു സംസാരത്തെക്കുറിച്ചായിരിക്കും വരാം. അപ്പോൾ പുരുഷനിൽ നിന്നുള്ള സംസാരമാണ് സ്ത്രീക്ക് വേണ്ടത്. സ്ത്രീയിൽ നിന്നുള്ള പരിപാലനം, ഭക്ഷണം ഉൾപ്പെടെയുള്ള പരിപാലനമാണ് പുരുഷന് ആവശ്യമുള്ളത്. ഇത് 2ഉം കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുമോ? കുടുംബജീവിതത്തിൽ ഒരു പ്രശ്നമില്ല. ഉമ്മാക്ക് വേണ്ടത് അംഗീകാരമാണ്. ഉമ്മാക്ക് വേണ്ടത് അംഗീകാരമാണ്. ഒരു മഞ്ഞ മാക്സിൻ്റെ ആവശ്യമുണ്ട്. ഒരു മഞ്ഞ മാക്സ് വേണം. ആദ്യം പുതിയാപ്പിള വന്ന് കുപ്പായം മാറ്റിയിടുമ്പോൾ 250 ഉറുപ്പ്യ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തിയതിന് ശേഷം അടുക്കളയിൽ പോയിട്ട് അമ്മായിമാരോട് പറയാം, പിന്നെ
ഇമ്മ എനിക്കൊരു മഞ്ഞ മാക്സി വേണ്ടിന്നു, നിങ്ങൾ പറഞ്ഞാലേ മൂപ്പര് കൊണ്ടുവരുള്ളൂ, നിങ്ങൾ നാളെ ഒന്ന് പറയുകൊണ്ട് കിട്ടോ. പിറ്റേന്ന് രാവിലെ മൂപ്പര് ഫാൻറ്റ് ഷൂട്ടൊക്കെ ഇട്ടാണ്ട് പോണ സമയത്ത് ഉമ്മ പറയും, എടാ ഇജ്ജ് വൈകുന്നേരം വരുമ്പോൾ ഓക്കൊരു നല്ല മഞ്ഞ മാക്സി കൊടുന്നു കൊടുക്കൊണ്ടു എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരുമ്പോൾ ഒരു മഞ്ഞ മാക്സി ആയിട്ട് വന്നാൽ ഉമ്മാക്ക് അംഗീകാരമായി, ഓക്ക് മാക്സി ആയി, സംഗതി വളരെ ഉഷാറായി. ഉമ്മാക്ക് വേണ്ടത് അംഗീകാരമാണ്. ആ അംഗീകാരം കൊടുക്കാൻ തയ്യാറാവുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കുട്ടികളൊക്കെ ലേശങ്ങൾ വലുതായി, ഒരാൾ കുവൈത്തിലും ഒരാൾ ഖത്തറിലൊക്കെ ആയി, അത്യാവശ്യം പൈസ അയക്കാൻ തുടങ്ങിയാൽ ഉമ്മയും കുട്ടികളും കൂടി ഒന്നാവും. വാപ്പാക്ക് പിന്നെ ആ പെരയിൽ ഒരു റൂളും ഇല്ല. ആകെ മൂപ്പർക്ക് ചില്ലറ പരിപാടികളൊക്കെ ഉള്ളൂ. രാവിലെ മാർക്കറ്റ് പോയിങ്ങാണ്ട് മീൻ കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് കുട്ടികൾ നഴ്സറിക്ക് പോകാൻ വേണ്ടി മാറ്റിയൊരുങ്ങിയാൽ ബസ് കയറ്റി കൊടുക്കുക, വൈകുന്നേരം ആകുമ്പോൾ ടോർച്ച് എടുത്തുങ്ങാണ്ട് പള്ളിക്ക് പോയിങ്ങാണ്ട് മുത്തല്ലിമിങ്ങളെ സ്വീപ്പാക്കുക. വേറൊരു പരിപാടിയില്ല, കഴിഞ്ഞ പരിപാടി. ആ പെരയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും വാപ്പാനോടൊരു അഭിപ്രായം കൂടിയും ചോദിക്കൂല. ഉമ്മയും കുട്ടികളും കൂടി ഒന്നായി ഒരഭിപ്രായം ചോദിക്കൂല. വാപ്പാനെ പുറംകാലം കൊണ്ട് തട്ടി മാറ്റാം. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന ഹബീബുന റസൂലുള്ളാഹി. വാപ്പ സ്വർഗത്തിലെ നടുക്കത്തെ വാതിലാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നീ ഉണ്ടാവണം എന്ന തീരുമാനം വാപ്പാൻ്റെതാണ്, ഉമ്മാൻ്റെതല്ല. തട്ടിപ്പുറപ്പെടുന്ന ഇന്ദ്രിയത്തിൽ നിന്നാണ് നിന്നെ പടച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു. അത് വാപ്പാൻ്റെ സാന്നിധ്യമാണ്, ഉമ്മാൻ്റെ സാന്നിധ്യമല്ല. നീ ഉണ്ടാവണം എന്നത് വാപ്പാൻ്റെതാണ് തീരുമാനം, ഉമ്മാൻ്റെതല്ല. വാപ്പാൻ്റെ തീരുമാനവും അള്ളാഹുവിൻ്റെ ഖുദ്റത്തുമായി കെട്ടുപെട്ടതാണ് എന്ന് മനസ്സിലാക്കുക. നിന്റെ കാരണക്കാരൻ ആണാവട്ടെ പെണ്ണാവട്ടെ, നിന്റെ കാരണക്കാരൻ നിന്റെ വാപ്പയാണ്. അതുകൊണ്ട് വാപ്പ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഉമ്മാനെ പറ്റി പറയാൻ എല്ലാവരും ഉണ്ട്, വാപ്പാനെ പറ്റി പറയാൻ ആരുമില്ല. വാപ്പയും പറയപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഉമ്മാക്കുള്ള എല്ലാ പദവിയും വാപ്പാക്കുണ്ട്, ഉമ്മാക്കുള്ള എല്ലാ കൂലിയും വാപ്പാക്കുണ്ട്, ഉമ്മാക്കുള്ള എല്ലാ ശ്രേഷ്ഠതകളും വാപ്പാക്കുണ്ട്. അതുകൊണ്ട് വാപ്പയും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഉമ്മ വാപ്പ. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു ഹബീബുനാ റസൂലുള്ളാഹി. മൻ അഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി, ഒരാൾ ഭക്ഷണം വിശാലമാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, വയൻസഅ ലഹു ഫീ അസരിഹി, ആയുസ് ദീർഘമാവണം എന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫൽയസിൽ റഹിമഹു, അവൻ കുടുംബബന്ധം ചേർക്കട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് വാപ്പയമ്മയും പ്രധാനമാണ്. ഗൾഫ് കുടുംബം കുറേ ഉള്ളതുകൊണ്ട് ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികത്തി വന്നാസി അജ്മഈൻ. മൻ ഫല്ലല സൗജതഹു അലാ ഉമ്മിഹി, ഒരാൾ തൻ്റെ ഭാര്യയ്ക്ക് ഉമ്മയേക്കാൾ പ്രാധാന്യം കൊടുത്താൽ, ഫഅലൈഹി ലഅനത്തുല്ലാ, നിർബന്ധമായും അള്ളാഹുവിൻ്റെ ശാപം അവനുണ്ടായിരിക്കും. വൽ മലായികത്തി, മലക്കുകളുടെ ശാപവും ഉണ്ടായിരിക്കും. വന്നാസി അജ്മഈൻ, എല്ലാ മനുഷ്യരുടെയും ശാപം അവനുണ്ടായിരിക്കുമെന്നാണ്. ഉമ്മാൻ്റെ കാലിൻ്റോട്ടാണ് സ്വർഗം. അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയണം. ഉമ്മാൻ്റെ കയ്യിലാണ് സ്വർഗം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി സമാധാനം ഉണ്ടായിരുന്നു. ഇത് കാലിൻ്റെ തൊട്ട് ചവിട്ടി പിടിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാലേ അത് കിട്ടണമെങ്കിൽ കുറച്ച് അടങ്ങാറുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. കുമ്പിട്ടിക്കേണ്ടി വരും എടുക്കണമെങ്കിൽ. കാലിൻ്റെ തൊട്ടാണുള്ളത്. കയ്യിലാവുമ്പോൾ നേരെ നിന്നുകൊണ്ട് വാങ്ങാം. ഇത് ഉമ്മാൻ്റെ അവിടെ കുമ്പിട്ട് നിന്നിട്ടേ വാങ്ങാൻ കഴിയുള്ളൂ. ഉമ്മാൻ്റെ കാലിൻ്റെ തൊട്ടാ സ്വർഗം ഉള്ളത്. അത് വാങ്ങാൻ നമുക്ക് കഴിയണം. പെണ്ണുങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിൻ്റെ ഭർത്താവിൻ്റെ സ്വർഗം നിൻ്റെ അമ്മായിമാൻ്റെ കാലിൻ്റെ തൊട്ടാണ് ഇരിക്കുന്നത്. അത് വാങ്ങിക്കൊടുക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം അനക്ക് കൂടിയുണ്ട്. പൂ അംഫുസക്കും വാഹലിക്കും നാറ വഖൂദു ഹന്നാസു വൽ ഹിജാറ. ഞാൻ ഒരിക്കൽ ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറേ ആണുങ്ങളും കുറേ പെണ്ണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പെണ്ണിങ്ങനെ വിളിച്ചു ചോദിച്ചു മറൻ്റെ അപ്പുറത്തുനിന്ന്, ഉസ്താദേ ഈ ആണുങ്ങളെ മൊബൈൽ മക്കളി നിർത്താൻ നിങ്ങളെടുത്ത് വല്ല വയ്യുണ്ടോ എന്ന് ചോദിച്ചു. പെരേക്കട് വന്ന അപ്പം മൊബൈൽ മക്കളി തുടങ്ങി, അത് നിർത്താൻ നിങ്ങളെടുത്ത് വല്ല വയ്യുണ്ടോ ചോദിച്ചു. എല്ലാ ആണുങ്ങളും ഒരു കാര്യം മനസ്സിലായിക്കോളി, 3 സന്ദർഭം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ വിജയിക്കാം. ഒന്ന്, രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള 90 മിനിറ്റ്, 1.5 മണിക്കൂർ. 2, ഓഫീസിൽ എത്തിയ ഉടനെയുള്ള 1 മണിക്കൂർ. 3, വീട്ടിൽ തിരിച്ചെത്തിയ ഉടനെയുള്ള 1/2 മണിക്കൂർ. എല്ലാവരും മനസ്സിലായിക്കോളി. രാവിലെ എഴുന്നേറ്റ ഉടനെ 1.5 മണിക്കൂർ സ്വന്തം കാര്യത്തിന് മാത്രം ചിലവാക്കുക. നിസ്കരിക്കുക, ഖുർആൻ ഓതുക, നടക്കുക, കുളിക്കുക, ഇസ്തിരിടുക, ചാടുക, ഓടുക, എക്സസൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വന്തം കാര്യം 1.5 മണിക്കൂർ. രാവിലെ എഴുന്നേറ്റ് 1.5 മണിക്കൂർ സമയം മൊബൈൽ ഓണാക്കരുത്. അതിന് വരുന്നൊക്കെ വരും, ഓണാക്കണ്ട. ഓഫീസിൽ ജോലിക്ക് ഹാജരായ ഉടനെ ആദ്യത്തെ 1 മണിക്കൂർ പുതുമയുള്ളതും ശ്രമകരവുമായ ഒരു കാര്യം ചെയ്യണം. വളരെ പ്രയാസമുള്ളത്
ഇന്നലെ ചെയ്തതല്ലാത്തത് ഒരു പുതിയ കാര്യം ഓരോ ദിവസം ചെയ്യണം 1 മണിക്കൂർ. രാത്രി വീട്ടിൽ മടങ്ങിയെത്തിയ ഉടനെയുള്ള അരമണിക്കൂർ സമയം ഭാര്യക്കും മക്കൾക്കും വേണ്ടി നീക്കി വെക്കണം. വീട്ടിൽ കയറണത് മൊബൈലിൻ്റെ സ്വിച്ച് ഓഫ് ബട്ടൺ അമർത്തി പിടിച്ചിട്ടുണ്ടായിരിക്കണം. അല്ല ആയിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ വളവ് കഴിഞ്ഞുകൊണ്ട് വരുന്നിടത്ത് വലിയൊരു മൂച്ചില്ലേ, ആ മൂച്ചിൻ്റെ ചോട്ട് വണ്ടി നിർത്തുക. നിർത്തിയിട്ട് മൊബൈൽ എടുത്തിട്ട് കളിക്കുക. എപ്പോഴാ തീരുന്ന ചോദിച്ചാൽ എപ്പോൾ തീർന്നാലും കുഴപ്പമില്ല, കുറച്ചുകൂടി വൈകിയാലൊന്നും ഒരു കുഴപ്പമില്ല. എപ്പോഴാ തീരുന്ന ചോദിച്ചാൽ തീരുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട് പോരാ. മൊബൈൽ അരമണിക്കൂർ മതി, പിന്നെ നിങ്ങൾ എന്തും ചെയ്തോളി, പക്ഷെ അത് വന്ന ഉടനെ ആയിരിക്കണം. അരമണിക്കൂറേ വേണ്ടുള്ളൂ. അരമണിക്കൂർ അതാണ്ട് ഓഫാക്കി വെച്ചിങ്ങാണ്ട് കളിത്തുണി മാറ്റിങ്ങാണ്ട് അല്ലെങ്കിൽ പുള്ളിത്തുണി മാറ്റിങ്ങാണ്ട് പെണ്ണുങ്ങളെയും കുട്ടികളെടുത്താൻ ചെന്നിരിക്കുക. ഓൾക്ക് പറയാനുള്ളതൊക്കെയാണ് പറയട്ടെ. അതാണ് കേട്ടുകൊടുക്കാൻ തയ്യാറുണ്ടോ? ആരൊപ്പം പോവില്ല. മീൻകാരൻ്റെ ഒപ്പം പോവില്ല, ഓട്ടോറിക്ഷക്കാരൻ്റെ ഒപ്പം പോവില്ല, ആരൊപ്പം പോവില്ല, നിങ്ങളൊപ്പം തന്നെ ഉണ്ടാവും. അത് കേൾക്കാൻ തയ്യാറില്ലേ? കേൾക്കാൻ തയ്യാറുള്ളവരൊപ്പം ഓല അങ്ങോട്ട് പോകും. തന്നെ സംഭവം. അതുകൊണ്ട് കുടുംബജീവിതം വിജയിക്കണോ? ഞാനീ പറഞ്ഞ വിഷയം പാലിക്കുക എന്നത് പ്രധാനമാണ്. മക്കളെ പറ്റി ഞാൻ പറഞ്ഞു, വാപ്പാനെ പറ്റി പറഞ്ഞു, ഉമ്മാനെ പറ്റി പറഞ്ഞു, ഭാര്യനെ പറ്റി പറഞ്ഞു, ഭർത്താവിനെ പറ്റി പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് കുടുംബജീവിതം സന്തോഷകരമായിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, സ്വാഭാവികമാണല്ലോ സാമ്പത്തികമായി കുറച്ച് ചിലവുണ്ടാവും എന്നത് സ്വാഭാവികമാണ്. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും സാമ്പത്തികമായി ചിലവുണ്ടെന്ന്. അതുകൊണ്ട് ബക്കറ്റിട്ട് അവർ വരുന്നുണ്ട്. 10 ഇടാനല്ല അത്. ഈ ഓഡിറ്റോറിയം മൈക്ക് പരിപാടി, പിന്നെ ഇവിടെ വരവ് ചിലവൊക്കെ അവിടെ അവതരിപ്പിച്ചിരുന്നു. ഭയങ്കര വലിയ പൈസൻ്റെ പരിപാടികളും വലിയ സംഭവങ്ങളാണ്. മനസ്സറിഞ്ഞ് കാര്യമായിട്ട് ഒരു സംഖ്യ മരിച്ചവരുടെ പേരിൽ ഹദിയാക്കിയിട്ട് ആ ബക്കറ്റിൽ ഇട്ട് കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സംഘാടകരെ കണ്ട് എൻ്റെ വക 10 റുപ്യ, 5 റുപ്യ, 5000 റുപ്യ, 10000 റുപ്യ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുകയും വേണം. വേറെ പിരിവുകളൊന്നുമില്ല. അതുകൊണ്ട് പൊളിച്ചോളാം. കാര്യമായിട്ട് അതിലേക്ക് സഹായിക്കണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. എല്ലാവരും അതിലേക്കുള്ളതിനനുസരിച്ച് 500 തൊട്ട് 100 തൊട്ടൊക്കെ ആയിട്ട് 1000, 2000 ഒക്കെ ആയിട്ട് ആ നരേന്ദ്രമോദി പുതിയ ഇറക്കിയ ആ നോട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ ഓരോന്ന് ഇട്ട് കൊടുത്താളി. നല്ലതാണ്. അതിന് എടുത്തു പോകാൻ പോകാത്ര, അതിൻ്റെ മുമ്പ് ഈ ബക്കറ്റിൽ ഇട്ടാളി. നല്ലതാണ്. വിലക്ക് കിട്ടിയ വലിയ കാര്യം ഉണ്ടാവും. അതുകൊണ്ട് തമാശയും കാര്യമൊക്കെ കൂടിയായിട്ട് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഓഡിറ്റോറിയം ഇതൊക്കെ ആയിട്ട് കുറച്ച് ചിലവുണ്ടാവും. ഇനിയിപ്പോൾ അതിന് ഞാൻ ഒരു പിരിവിൻ്റെ വായത ഇനി വേറെ പറഞ്ഞോടത്തോളം ബാത്തിലാക്കണ്ട വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് കാര്യമായിട്ട് എല്ലാവരും സഹായിച്ചു കൊടുക്കുക. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ മലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഞങ്ങളെല്ലാവരെയും ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ള നല്ല മുത്തഖീങ്ങളാക്കി ചേർക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അള്ളാഹുവെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഉമ്മാപ്പന്മാർ, ഉസ്താദുമാർ, ബന്ധുജനങ്ങൾ, ദുആ ചെയ്യാൻ പറഞ്ഞവർ, ഞങ്ങളെ സഹായിച്ചവർ എല്ലാവരുടെയും ഖബറിനെ സ്വർഗമാക്കണേ റഹ്മാനെ. ജന്നാത്തുൽ ഫിർദൗസിൽ മുത്തുനബിയോടൊപ്പം ഒരുമിപ്പിക്കണം തമ്പുരാനെ. അർഹമുറാഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെല്ലാവരെയും ഇരുലോക വിജയികളിൽ ചേർത്ത് അനുഗ്രഹിക്കണം തമ്പുരാനെ. അള്ളാഹുവേ, പടച്ചവനെ റബ്ബേ, എല്ലാ മുറാദുകളെയും ഹാസിലാക്കണം തമ്പുരാനെ. എല്ലാ രോഗങ്ങളെയും ശിഫയാക്കണേ റഹ്മാനെ. രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ. ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ചെറുപ്പക്കാർ അധ്വാനിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, അവരെ നീ കാണണം റഹ്മാനെ, അവരെ നീ കേൾക്കണം റഹ്മാനെ, അവരെ നീ സഹായിക്കണം തമ്പുരാനെ. തബറുക്കായ ജോലി നൽകി അവരെ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവേ, ഒരുപാട് കാലം ദീനിന് ഖിദ്മത്തെടുക്കാൻ അവർക്കും ഞങ്ങൾക്കും തൗഫീക്ക് നൽകണം റഹ്മാനെ. ഒരുപാട് സഹോദരിമാരുള്ള സദസ്സാണ്. അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണേ തമ്പുരാനെ. ആണും പെണ്ണുമായ ഞങ്ങളുടെ മക്കൾക്ക് നീ നാഫിയ ഇൽമിനെ നൽകണം തമ്പുരാനെ. അവരെയും ഞങ്ങളെയും സ്വാലിഹീങ്ങളിൽ സ്വാലിഹാത്തുകളിൽ ചേർക്കണം റഹ്മാനെ. ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ വിദേശത്താണ്. അള്ളാഹുവേ, അവർക്ക് നീ ബറക്കത്ത് നൽകണം തമ്പുരാനെ. ഞങ്ങൾക്ക് മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും നീ ബറക്കത്ത് ചെയ്യണം തമ്പുരാനെ. അള്ളാഹുവേ തമ്പുരാനെ, ഇവിടെ സംസാരിച്ച ആളുകൾ, ഇതിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾ, ഇതിനെ സഹായിച്ച ആളുകൾ, അവരുടെ എല്ലാ മുറാദുകളെയും ഹാസിലാക്കണം തമ്പുരാനെ.
മരിച്ചുപോയവരെ മനസ്സിൽ കരുതി ഹദിയ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, ആരെ ഉദ്ദേശിച്ചുകൊണ്ടാണോ ഇവിടെ സംഭാവന നൽകുന്നത് അവരുടെ ഖബറിലേക്ക് അതിൻ്റെ മിസ്ലു സവാബിനെ നീ ഇപ്പോൾ തന്നെ എത്തിക്കണം തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ألف بين قلوبنا وأصلح ذات بيننا واهدنا سبل السلام ونجنا من الظلمات إلى النور. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا رب العالمين. صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.